ഹലോ സ്റ്റുഡൻസ്, അപ്പം നമ്മൾ ഇന്ന് ഒരു പുതിയ ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ്. ദാറ്റ് ഈസ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. നമ്മൾ 8ാം ക്ലാസ്സിൽ നമ്മൾ 8th സ്റ്റാൻഡേർഡിൽ നമ്മൾ ചെറുതായിട്ട് ഇതിനെപ്പറ്റി പഠിച്ചിരുന്നു അല്ലേ. അപ്പം നമ്മൾ ഇന്ന് ഇൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. നമ്മുടെ സിലബസ് റിവൈസ് ചെയ്തതിന് ശേഷമുള്ള ഒരു പുതിയ ചാപ്റ്ററാണ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ചാപ്റ്റർ കൂടിയാണ് എന്താ റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് 10th ഹയർ ക്ലാസ്സുകളിലേക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. ആൻഡ് ദിസ് ഇസ് അവർ ഫസ്റ്റ് ചാപ്റ്റർ അല്ലേ. അപ്പൊ 9th ആദ്യത്തെ ചാപ്റ്റർ ആണ്. നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് എന്താണ് തുടങ്ങാം. ഓക്കെ, സോ ദ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. എന്താണ് റിഫ്രാക്ഷൻ? നമ്മൾ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. ബൗൺസിങ് ബാക്ക് ഓഫ് ലൈറ്റ് നമ്മൾ ബൗൺസ് ചെയ്ത് തിരിച്ചു വരുന്നതിന് നമ്മൾ എന്ത് പറയുക? റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ വാട്ട് അബൌട്ട് ദ റിഫ്രാക്ഷൻ? ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞ റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ എന്നൊക്കെ ഉള്ളത് എന്താണ്? ലൈറ്റിന്റെ എന്താണ്? ഇറ്റ്സ് എ ഫിനോമിന അല്ലെ. ലൈറ്റിന്റെ ഒരു ഫിനോമിനയാണ് എന്താ ഈ റിഫ്രാക്ഷനും റിഫ്ലക്ഷനും ഒക്കെ. ഓക്കെ, നമ്മൾ റിഫ്ലക്ഷനെ പറ്റി നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചു അല്ലെ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് റിഫ്രാക്ഷൻ. റിഫ്ലക്ഷൻ നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും അല്ലെ, നമുക്ക് വളരെയധികം നമ്മുടെ ഡെയിലി ലൈഫിലൊക്കെ കാണുന്നുണ്ട്. എന്നാൽ എന്താണ് റിഫ്രാക്ഷൻ? ഇതും നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ കാണുന്നതാണ്. നമ്മൾ എന്താണെന്ന് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ലോങ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഹൈവേസിലാണ് ഇത് കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കാറുള്ളത്. അപ്പം നിങ്ങൾ കാറിലോ ബൈക്കിലോ എനിത്തിങ് ഏതൊരു വെഹിക്കിളിലോ നിങ്ങൾ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ, നല്ല ഹോട്ട് വെതർ ആണെങ്കിൽ, വെതർ അത്യാവശ്യം നല്ല ഹോട്ട് ആണെങ്കിൽ, നിങ്ങൾ റോഡിൽ നമുക്ക് വളരെ ദൂരം ഹൈവേ അല്ലെങ്കിൽ ഒരു ബൈപ്പാസിലൂടെ ഒക്കെ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഒരു എന്താണ് ഒരു റോഡ് ഒരു വെറ്റായിരിക്കുന്നത് അല്ലെങ്കിൽ മഴ പെയ്ത് തോർന്നിരിക്കുന്ന റോഡിന്റെ ഒരു അവസ്ഥ. ആ രീതിയിൽ നിങ്ങൾക്ക് വളരെ ദൂരെ നമുക്ക് റോഡിൽ നമുക്ക് കാണാൻ സാധിക്കും. ദാറ്റ് മീൻ നമ്മൾ നിൽക്കുന്നതിലും കുറച്ച് ദൂരെയായിട്ട് അകലെയായിട്ട് കുറച്ച് വെള്ളത്തിന്റെ ഒരു എന്താണ് ഒരു പാടുകൾ അല്ലെങ്കിൽ നമ്മളൊരു മഴ പെയ്ത് കഴിഞ്ഞാലുള്ള റോഡിന്റെ ഒരു അവസ്ഥ ആ രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഈ ഒരു പെർട്ടിക്കുലർ നമുക്കൊരു ഇല്യൂഷൻ തോന്നുന്നതാണ്. ഇത് ശരിക്കും അങ്ങനെയില്ല. ബട്ട് ഇത് നമ്മുടെ സമ്മർ സീസണിൽ നമുക്ക് അങ്ങനെ തോന്നുകയാണ്. വളരെ ദൂരം റോഡിന്റെ കുറച്ച് ദൂരെയായിട്ട് നമുക്ക് എന്താണ് ഒരു വെള്ളക്കെട്ട് അല്ലെങ്കിൽ വെള്ളം ഉള്ള ഒരു ഫീൽ നമുക്ക് തോന്നും. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് മിറാഷ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ റോഡിന്റെ ഈ അടുത്തേക്ക് എത്തുമ്പോൾ നമുക്ക് ഈ ഒരു വെള്ളക്കെട്ട് അല്ലെങ്കിൽ വെള്ളത്തിന്റെ ആ ഒരു ഈർപ്പമുള്ള ഒരു റോഡിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. ഓക്കെ, അപ്പൊ നമുക്കൊരു ഇല്യൂഷൻ, നമുക്ക് അങ്ങനെ തോന്നുകയാണ് എന്താ ഇവിടെ ഒരു വെള്ളമുണ്ടെന്നും അല്ലെങ്കിൽ വെള്ളമുള്ളതുപോലെ ഉള്ളൊരു ഫീൽ നമുക്ക് തോന്നുകയാണ്. ഇതിനൊക്കെ റീസൺ എന്താണ്? ദ റിഫ്രാക്ഷൻ. ഓക്കെ, അപ്പൊ എന്താണ് റിഫ്രാക്ഷൻ നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങൾ ഇനി മുതൽ നല്ല ഹോട്ട് സമ്മർ ഡേയ്സിൽ നിങ്ങൾ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. റോഡ് ദൂരെ ഒന്ന് റോഡിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ മിറാഷ് കാണുന്നുണ്ടോ എന്ന് കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കുക എന്താണ് അത് എന്തുകൊണ്ടായിരിക്കാം ഇത് കാണാനുള്ള കാരണം? ബിക്കോസ് ഓഫ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. അപ്പൊ നമ്മുടെ ഈ ചാപ്റ്റർ കഴിയുന്നതോടുകൂടി എന്താണ് മിറാഷ് എന്നും എന്താണ് റിഫ്രാക്ഷൻ എന്നും നമുക്ക് ക്ലിയർ ആയിട്ടൊരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. ഓക്കെ, സി അപ്പൊ എന്താണെന്ന് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. സി, നിങ്ങൾക്ക് ഇവിടെ 2 ഗ്ലാസ് കാണാൻ സാധിക്കും അല്ലെ. 2 ഗ്ലാസ് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. യെസ്, ആൻഡ് നിങ്ങൾക്ക് ഇവിടെ ഞാൻ 2 ഈക്വൽ സൈസ് ഉള്ള ഗ്ലാസ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ആൻഡ് ആ 2 ഈക്വൽ സൈസ് ഉള്ള ഗ്ലാസ്സിലും എന്ത് എടുത്തിട്ടുണ്ട്? 2 പെൻസിൽസ് എടുത്തു വെച്ചിട്ടുണ്ട്. കാണാൻ സാധിക്കുമല്ലോ. എന്തെങ്കിലും വ്യത്യാസം നിങ്ങൾക്ക് ഈ 2 പിക്ചറിലും കാണാൻ സാധിക്കുന്നുണ്ടോ? ഏതെങ്കിലും ഒരു പിക്ചറിൽ ഒന്നിനെ കമ്പയർ ചെയ്യുമ്പോൾ മറ്റൊന്നിന് എന്തെങ്കിലും ഒരു വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? ഒന്ന് ശ്രദ്ധിച്ചേ. ഇവിടെ നമുക്ക് എന്തൊക്കെയാണുള്ളത്? ഇവിടെ ഒരു എംപ്റ്റി ഗ്ലാസ് ആണ് അല്ലെ. അതിന്റെ കൂടെ പെൻസിലുണ്ട്. അത്ര മാത്രമാണ് നമ്മുടെ ഫസ്റ്റ് ഫിഗറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ വാട്ട് അബൌട്ട് ദ സെക്കൻഡ് വൺ? നമ്മുടെ സെക്കൻഡ് ഫിഗറിൽ എന്താ ഉള്ളത്? ഒരു ഗ്ലാസ് ഉണ്ട്. ആൻഡ് ഗ്ലാസിന്റെ അകത്ത് എന്തുണ്ട്? വെള്ളമുണ്ട് അല്ലെ. ആൻഡ് അത് നമ്മുടെ ഇതേ സെയിം പെൻസിൽ നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ 2 പിക്ചറിലും നിങ്ങൾക്ക് ആകെ വ്യത്യാസം തോന്നുന്നത് എവിടെയാണ്? നമുക്ക് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്ന ഒറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വാട്ടർ ആണ് അല്ലെ. വേറെ എന്തെങ്കിലും വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? ഈ ഗ്ലാസ്സിൽ വെള്ളമുണ്ട്, അല്ലാതെ വേറെ കോമ്പണൻസിൽ ഒരു വ്യത്യാസവും ഇല്ലല്ലോ. ഇല്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വാട്ടർ ആഡ് ചെയ്തപ്പോൾ ഈ പിക്ചറിന് നിങ്ങൾക്ക് എന്ത് വ്യത്യാസമാണ് തോന്നുന്നത്?
ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഈ പെൻസിലിന് എന്തെങ്കിലും വ്യത്യാസം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ? യെസ്, ഉണ്ട് അല്ലേ? നമ്മുടെ സെക്കൻഡ് ഫിഗറിൽ നിങ്ങൾ കാണുമ്പോൾ, നമ്മൾ കണ്ണുകൊണ്ട് കാണുമ്പോൾ നമുക്കൊരു ഇല്യൂഷൻ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്താണ്? നമ്മുടെ പെൻസിലൊന്ന് ബ്രേക്ക് ചെയ്തതുപോലെ ആണല്ലോ. അതിന്റെ പാത്ത് നമ്മുടെ പെൻസിൽ ഒന്ന് ബ്രേക്ക് ചെയ്തത് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെ. സി, ഇവിടെയാണ് നമ്മുടെ പെൻസിൽ വെച്ചിരിക്കുന്നത്. പക്ഷേ നമ്മൾ വെള്ളത്തിന്റെ ഉള്ളിലേക്ക് എത്തിയപ്പോൾ എൻ്റെ പെൻസിലിനൊരു ബ്രേക്കേജ്, അല്ലെങ്കിൽ എൻ്റെ പെൻസിൽ ഒന്ന് ബ്രോക്ക് ആയ ഒരു ഫീല് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെയുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ അത് എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു നമുക്ക് കണ്ടില്ല നമുക്ക് ഇങ്ങനെ തോന്നാനുള്ള കാരണം? നമ്മൾ വിചാരിക്കുന്നത് പെൻസിൽ കാരണമാണെന്ന്. പെൻസിൽ ഞാൻ മാറ്റി, നിങ്ങളൊരു സ്പൂൺ വെച്ച് നോക്കുക, അവിടെയും നമുക്ക് കാണാൻ സാധിക്കും എൻ്റെ ഈ സ്പൂൺ എന്ത് ചെയ്തു? ഒന്ന് പൊട്ടിപ്പോയതുപോലെ നമുക്ക് കാണാൻ സാധിക്കും. അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് ഫീൽ ചെയ്യുന്നത്? ആക്ച്വലി ഞാൻ ഈ പെൻസിൽ പുറത്തേക്ക് എടുക്കുമ്പോൾ എൻ്റെ പെൻസിൽ പൊട്ടിയിരിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ എന്തോ ഒരു കാരണത്താലാണ് എനിക്ക് ഇങ്ങനെ ഒരു ഫീൽ ഉണ്ടാവുന്നത്. എന്നാൽ ഇവിടെ ആ ഫീൽ ഉണ്ടോ? ഇല്ല. അപ്പോ നമ്മുടെ വെള്ളം ഒഴിച്ചപ്പോ എൻ്റെ ഗ്ലാസ്സിന് എന്തോ സംഭവിച്ചു, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു അല്ലെ. അപ്പൊ ഇത് എന്തുകൊണ്ടാണ്? This is because of refraction of light. അപ്പൊ നിങ്ങൾ ചോദിക്കും, എന്താണ് ഈ റിഫ്രാക്ഷൻ? വെള്ളം ഒഴിച്ചപ്പോ ഈ വെള്ളവും റിഫ്രാക്ഷനും തമ്മിൽ എന്താണ് ബന്ധം? വെള്ളം ഇല്ലാതായപ്പോ എൻ്റെ പെൻസിലിന് ഒരു കുഴപ്പമില്ല. എന്നാൽ വെള്ളം ഒഴിച്ചപ്പോ എനിക്ക് കാണാൻ സാധിക്കുന്നത് എന്താ? എൻ്റെ പെൻസിൽ ഒന്ന് പൊട്ടിപ്പോയതുപോലെ, അല്ലെങ്കിൽ ഒന്ന് വളഞ്ഞിരിക്കുന്നു, ബെൻഡായിരിക്കുന്നു. എന്തുകൊണ്ടാകാം? ഓക്കെ, അപ്പോ ഈ വാട്ടറും റിഫ്രാക്ഷനും തമ്മിൽ എന്താണ് വ്യത്യാസം, എന്താണ് ആ ബന്ധമുള്ളത് എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോ വാട്ട് യു മീൻ ബൈ ആക്ച്വലി റിഫ്രാക്ഷൻ? അപ്പൊ ശ്രദ്ധിക്കുക, റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലൈറ്റിന്റെ ഒരു ഫിനോമിനയാണ്. അറിഞ്ഞിരിക്കുക, ലൈറ്റ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇറ്റ് ഓൾവേസ് ട്രാവൽ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. നമ്മൾ എപ്പോഴും പഠിക്കുന്ന ഒരു കാര്യമാണ് ലൈറ്റിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് എന്താ? ലൈറ്റ് ഓൾവേസ് ട്രാവൽ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ആൻഡ് ലൈറ്റിന് രണ്ട് പ്രോപ്പർട്ടീസ് ഉണ്ട്, രണ്ട് നേച്ചർ ഉണ്ട് മക്കളെ. നിങ്ങൾ ഹയർ ക്ലാസ്സിലേക്കൊക്കെ പഠിക്കും. പക്ഷെ എന്നാലും ഇപ്പോഴേ നിങ്ങൾ ബേസ് വെച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, ലൈറ്റിന് രണ്ട് നേച്ചർ ആണുള്ളത്. എന്താണ്? ലൈറ്റിന് രണ്ട് നേച്ചർ ആണുള്ളത്. ദ ഫസ്റ്റ് വൺ ഈസ് പാർട്ടിക്കിൾ നേച്ചർ. എന്താണ് പാർട്ടിക്കിൾ നേച്ചർ? പാർട്ടിക്കിൾ നേച്ചർ എന്ന് പറഞ്ഞാൽ ലൈറ്റ് എപ്പോഴും സ്ട്രെയിറ്റ് ലൈനിലാണ് ട്രാവൽ ചെയ്യുക. ആൻഡ് സെക്കൻഡ് വൺ ഈസ് വേവ് നേച്ചർ. എന്താണ് വേവ് നേച്ചർ? ചില സാഹചര്യങ്ങളിൽ എന്താണ്? ചില സിറ്റുവേഷൻസ് ലൈറ്റ് എവിടെയാണോ നിൽക്കുന്നത്, ഏതിലൂടെയാണോ കടന്നു പോകുന്നത്, അതിനനുസരിച്ച് നമ്മുടെ ലൈറ്റ് എന്ത് ചെയ്യും? വേവ് നേച്ചർ അങ്ങ് ഏറ്റെടുക്കും. എന്ന് വെച്ചാൽ ചില സമയങ്ങളിൽ നമ്മുടെ ലൈറ്റ് സ്ട്രെയിറ്റ് ലൈനിൽ പോകും, എന്നാൽ ചില സമയങ്ങളിൽ നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ചാണ്, ചില സിറ്റുവേഷനിൽ നമ്മുടെ ലൈറ്റ് എങ്ങനെയാ ട്രാവൽ ചെയ്യുക? വേവ് പോലെ പോകും. ക്ലിയർ? അപ്പൊ നമ്മൾ സ്ട്രെയിറ്റ് ലൈനിൽ പോകുന്നത് നമ്മൾ എന്ത് പറയും? പാർട്ടിക്കിൾ നേച്ചർ. വേവ് പോലെ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാൻ പറ്റുക? ഇറ്റ്സ് എ വേവ് നേച്ചർ. സോ നമ്മുടെ ലൈറ്റിന് എങ്ങനെയാണ്? ഇറ്റ് ഹാവ് എ ഡുവൽ നേച്ചർ. രണ്ട് സ്വഭാവമുള്ള ആളാണ് ആര്? ലൈറ്റ് എന്ന് പറയുന്നത്. ഓന്തിനെ പോലെ നിറം മാറുന്നെന്ന് പറയുന്ന പോലെ തന്നെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മുടെ ലൈറ്റ് എന്താണ്? അവരുടെ നേച്ചർ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പൊ സിറ്റുവേഷൻ എന്താണെന്നൊക്കെ നമ്മുടെ ഹയർ ക്ലാസ്സുകളിലേക്ക് പഠിക്കും. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ഇത് പറയുമ്പോൾ കൺഫ്യൂസിങ് ആവാതിരിക്കാൻ വേണ്ടിയാണ് ഇവിടെ വെച്ച് നിർത്തുന്നത്. ഓക്കെ, അപ്പൊ രണ്ട് നേച്ചർ ഉണ്ടെന്ന് നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോ കമ്മിങ് ബാക്ക് ടു റിഫ്രാക്ഷൻ. അപ്പൊ എന്താണ് റിഫ്രാക്ഷൻ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് വെരി സിമ്പിൾ. നമ്മുടെ ലൈറ്റ് ഒരു മീഡിയത്തിലൂടെ കടന്നു പോവുകയാണ്. ഒരു മീൻ ബൈ എ മീഡിയം. മീഡിയം എന്ന് പറഞ്ഞാൽ എന്താണ്? മീഡിയം എന്ന് പറയുന്നത് നമുക്ക് ഒരു മീഡിയം, എൻ്റെ ഇവിടെയുള്ള മീഡിയം എയർ മീഡിയം, ആൻഡ് എൻ്റെ കയ്യിലുള്ള ഇതെന്ന് പറയുന്നത് ഒരു സോളിഡ് മീഡിയമാണ്, ഒരു അനധ മീഡിയമാണ്. വാട്ടർ, വെള്ളം എന്ന് പറയുന്നത് വേറൊരു മീഡിയമാണ്. കെറസിൻ അത് വേറൊരു മീഡിയമാണ് ആണല്ലോ. ആൻഡ് ഗ്ലാസ് അത് വേറൊരു മീഡിയമാണ്. ഓക്കെ, അങ്ങനെ മീഡിയം മാറുന്നതിനനുസരിച്ച് എന്താണ്? മീഡിയം മാറുന്നതിനനുസരിച്ച് നമ്മുടെ ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ മക്കളെ ശ്രദ്ധിക്കുക, നമ്മുടെ ലൈറ്റ് ബെൻഡ് ചെയ്യും. എന്താണ്? ലൈറ്റ് ബെൻഡ് ചെയ്യും. അപ്പൊ ഒരു മീഡിയത്തിൽ നിന്ന്
മറ്റൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് ട്രാവൽ ചെയ്യുകയാണ്. അപ്പം നിങ്ങൾ ചോദിക്കും, ഈ പെൻസിലും ലൈറ്റും തമ്മിൽ എന്താ ബന്ധം? നിങ്ങൾ ശ്രദ്ധിക്കുക, ലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ പെൻസിൽ ഉണ്ടെന്നുള്ള കാര്യവും ഒക്കെ നമ്മൾ എങ്ങനെയാണ് കാണുക? നമ്മൾ എങ്ങനെയാ ഓരോ ഒബ്ജക്റ്റുകളെയും കാണുന്നത്? ബിക്കോസ് ഓഫ് റിഫ്ലക്ഷൻ അല്ലേ? എന്ന് വെച്ചാൽ ലൈറ്റ് ഈ പെൻസിലിലേക്ക് ഫോൾ ചെയ്യുന്നു, തിരിച്ചെൻ്റെ കണ്ണിലേക്ക് എത്തിയാൽ മാത്രമേ ഇവിടെ പെൻസിൽ ഉണ്ടെന്ന് എനിക്ക് കാണാൻ സാധിക്കുള്ളൂ. നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ ഈ റൂം ഡാർക്ക് ആണെന്ന് വിചാരിക്കുക. ദാറ്റ് മീൻ ലൈറ്റ് ഇല്ല എന്ന് വിചാരിക്കുക. ഈ പെൻസിലും ഗ്ലാസും നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയോ? ഇല്ല. ഈ പെൻസിലും ഗ്ലാസും വാട്ടറും നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയോ? ഇല്ല. അപ്പോൾ ലൈറ്റിൻ്റെ പ്രസൻസിൽ മാത്രമേ നമുക്ക് ഓരോ ഒബ്ജക്റ്റുകളെയും കാണാൻ സാധിക്കുള്ളൂ. നമുക്ക് കണ്ണുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്ത് ആവശ്യമുണ്ട്? ലൈറ്റിൻ്റെ പ്രസൻസ് ആവശ്യമുണ്ട്. ആൻഡ് ബിക്കോസ് ഓഫ് റിഫ്ലക്ഷൻ, ലൈറ്റ് വരുന്നു, ബൗൺസ് ബാക്ക് ചെയ്ത് തിരിച്ചെൻ്റെ കണ്ണിലേക്ക് എത്തിയാൽ മാത്രമേ എനിക്ക് നിങ്ങളെയും ഈ പെൻസിലും ഗ്ലാസും ഒക്കെ കാണാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെ ലൈറ്റ് ഈ ഒരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ, അഥവാ ഈ ഒരു മീഡിയത്തിൽ നിന്ന് ഈ നെക്സ്റ്റ് മീഡിയം, ഏതാണ് ഇവിടെയുള്ള മീഡിയംസ്? അതൊന്ന് എനിക്ക് പറഞ്ഞു തരുമോ? ഫസ്റ്റ് വൺ ഇസ് എയർ മീഡിയം അല്ലെ? ഇവിടെ മുതൽ ഇവിടം വരെയുള്ള മീഡിയം ഏതാണ്? എയർ മീഡിയം. ഏതാണ്? എയർ മീഡിയം. ആൻഡ് ഇതെന്ത് മീഡിയം ആണ്? അനദർ മീഡിയം അല്ലെ? എയർ മീഡിയം ആണോ അവിടെയുള്ളത്? അല്ല. ഇവിടെയുള്ള മീഡിയം എന്ന് പറയുന്നത് വാട്ടർ മീഡിയം. എന്താണ്? വാട്ടർ മീഡിയം. അപ്പോൾ എൻ്റെ ലൈറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ലൈറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കുഴപ്പവുമില്ല. എയർ മീഡിയത്തിലൂടെ സുന്ദരമായി ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മീഡിയം ഒന്ന് ചെറുതായിട്ട് മാറി. മീഡിയം എന്താണ്? ഒന്ന് ചെറുതായി മാറി. അപ്പൊ എന്താ സംഭവിക്കുക? മീഡിയം അങ്ങ് മാറിയപ്പോ എൻ്റെ ലൈറ്റ് ഒന്ന് ബെൻഡ് ചെയ്തു. നേരെ പോയിക്കൊണ്ടിരിക്കുന്ന ലൈറ്റ് എന്താണ്? ഒന്ന് പാത്തിനൊരു വ്യത്യാസം വരുത്തി. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് എന്താ? റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. എന്താണ്? റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. ദാറ്റ് മീൻ പോയിക്കൊണ്ടിരിക്കുന്ന പാത്ത് വേറൊരു മീഡിയത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുന്ന മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് പോകുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അവരുടെ പാത്തിനൊരു ഡീവിയേഷൻ സംഭവിക്കും, അല്ലെങ്കിൽ ഒരു വ്യത്യാസം സംഭവിക്കും. അങ്ങനെ വ്യത്യാസം സംഭവിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുന്നത്. ദാറ്റ് മീൻ എൻ്റെ പെൻസിൽ ഇവിടെ പൊട്ടിപ്പോയി അല്ലെങ്കിൽ ബ്രേക്ക് ആയി എന്ന് എൻ്റെ കണ്ണുകൊണ്ട് തോന്നുന്നത് എന്തുകൊണ്ടാ? ഈ ലൈറ്റാണ് തിരിച്ചെൻ്റെ കണ്ണിലേക്ക് എത്തുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ പൊട്ടിപ്പോയതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാനുള്ള കാരണം എന്താണ്? നമ്മുടെ ലൈറ്റ് ഒരു ഡീവിയേഷൻ എടുക്കുന്നുണ്ട്. ആ ഡീവിയേഷനാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഇവിടെ ഡീവിയേഷൻ എടുക്കുന്നുണ്ടോ? അപ്പൊ നിങ്ങൾ ചോദിക്കുക, എന്താ എന്നാ പിന്നെ ഇവിടെ എന്തുകൊണ്ട് ഡീവിയേഷൻ എടുക്കുന്നില്ല? ബിക്കോസ് ഇവിടെയുള്ള മീഡിയം എന്താണ്? എയർ മീഡിയം ആണ്. ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഫുൾ മീഡിയം എന്ത് തന്നെയാണ്? എയർ മീഡിയം ആണ്. ഈ മീഡിയത്തിന് ഒരു ചേഞ്ചും ഇല്ല. അതുകൊണ്ട് നേരെ പോകുന്നു. ലൈറ്റ് എങ്ങനെയാണോ പോയിക്കൊണ്ടിരിക്കുന്നത് ആ പാത്തിലൂടെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു വ്യത്യാസവും ഇല്ല. എന്നാൽ ഇവിടെ എന്തുണ്ട്? ഇവിടെ എയറിൽ നിന്ന് വാട്ടറിലേക്ക് കടന്നപ്പോൾ അവിടെ പോയിക്കൊണ്ടിരിക്കുന്ന പാതയിൽ അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വേക്ക് ഒരു ഡീവിയേഷൻ സംഭവിച്ചു. സോ ദിസ് ഈസ് നോൺ ആസ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. ഓക്കെ, അപ്പൊ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് പോയി തട്ടി തിരിച്ചു വരുന്നതാണ് എന്ത്? റിഫ്ലക്ഷൻ. എന്നാൽ വാട്ട് അബൌട്ട് ദ റിഫ്രാക്ഷൻ? റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് ദ ബെൻഡിങ് ഓഫ് ലൈറ്റ്. എന്താണ് മക്കളെ? ബെൻഡിങ് ഓഫ് ലൈറ്റ്. ബെൻഡിങ് ഓഫ് ലൈറ്റ്. വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, വളരെ സിമ്പിൾ വേർഡിൽ എന്താണ് റിഫ്രാക്ഷൻ എന്ന് ഒരാൾ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ദ ഡീവിയേഷൻ ഓഫ് ലൈറ്റ് ഓർ ബെൻഡിങ് ഓഫ് ലൈറ്റ്. ലൈറ്റിന്റെ ഒരു ബെൻഡിങ്ങിനെ നമ്മൾ എന്ത് പറയുന്നു? റിഫ്രാക്ഷൻ എന്ന് പറയുന്നു. അപ്പൊ എന്താണ് റിഫ്രാക്ഷൻ എന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ? കിട്ടി. ഓക്കെ, അപ്പൊ നോക്കുക, നമുക്കൊരു ആക്ടിവിറ്റിയിൽ നമുക്ക് കടക്കാം. ഓക്കെ, ആ ആക്ടിവിറ്റിയിൽ നിന്ന് നിങ്ങൾ കുറച്ച് കാര്യം എനിക്ക് പറഞ്ഞു തരണം. ഓക്കെ, സോ ലെറ്റ്സ് ഡു ആൻ ആക്ടിവിറ്റി. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ ആക്ടിവിറ്റിയാണ്. നിങ്ങൾക്ക് അതാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് കോൺസെപ്റ്റ് മനസ്സിലാവും. ഓക്കെ, സോ നമുക്ക് നോക്കാം. ശ്രദ്ധിച്ച് കേൾക്കുക. Fill 3/4 of a trough with a water. Add 2 or 3 drops of milk. അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് എടുക്കുന്നു. ഓക്കെ, ഒരു ഗ്ലാസ് എടുക്കുന്നു, ഒരു വെസൽ എടുക്കുന്നു, എനിത്തിങ്. ഓക്കെ, ഒരു വെസൽ എടുക്കുന്നു. ഈ വെസലിലേക്ക് എങ്ങനെയാണ്? ഒരു 3/4 മുക്കാലോളം വെള്ളം നമ്മൾ എന്ത് ചെയ്യാണ്? ആഡ് ചെയ്യാണ് അല്ലെ?
കുറച്ച് വെള്ളം നമ്മൾ ആഡ് ചെയ്യാണ്. 3/4 ആണ് എടുക്കുന്നത്. ആൻഡ് വി ആർ ആഡിങ് എ ഡ്രോപ്പ് ഓഫ് മിൽക്ക്. കുറച്ച് പാല് നമ്മൾ ആഡ് ചെയ്യാണ്. കവർ ദ ട്രഫ് വിത്ത് എ ട്രാൻസ്പെറന്റ് ഷീറ്റ് ഓഫ് പേപ്പർ. ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ഷീറ്റ്, നമ്മൾ OHP ഷീറ്റ് എന്നൊക്കെ പറയുന്ന പോലുള്ള ഷീറ്റ് യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതൊന്ന് ക്ലോസ് ചെയ്ത് നമ്മൾ വെക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ഇത് വെസൽ എന്ത് ചെയ്യുന്നുണ്ട്, അടച്ചു വെക്കുന്നുണ്ട്. ഫിൽ ദ റിമൈനിങ് സ്പേസ് ഇൻ ദ ട്രഫ് വിത്ത് ദ സ്മോക്ക്. നമ്മൾ എന്ത് ചെയ്യാണ്, ബാക്കിയുള്ള ഈ ഒരു ഏരിയ ഉണ്ടല്ലോ മക്കളെ, ഈ ഒരു ഏരിയ, ഈ ഏരിയയിൽ നമ്മൾ സ്മോക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ദെൻ ഫ്ലാഷ് ദ ലൈറ്റ് ഫ്രം എ ലേസർ ടോർച്ച്. നമ്മൾ ലേസർ എടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നമ്മൾ ഈ ഒരു വെസലിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് എന്താണ് ഈ ലേസർ ഒന്ന് അടിച്ചു കൊടുക്കുകയാണ്. എന്താണ് സംഭവിക്കുക നമുക്ക് നോക്കാം. ഓക്കെ, ഈ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. സി, നമ്മളൊരു വെസൽ എടുത്തു. ആ വെസലിന്റെ 3/4 പാർട്ട് എന്താണ്, നമ്മൾ വെള്ളം ഒഴിച്ചു. അതിലേക്ക് കുറച്ച് ഭാഗം നമ്മൾ നമ്മൾ പാലൊഴിക്കുകയാണ് അല്ലെ. 3 or 4 drops ഓഫ് മിൽക്ക് നമ്മൾ ആഡ് ചെയ്യുന്നു. ആൻഡ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ട്രാൻസ്പെറന്റ് ഷീറ്റ് അല്ലെങ്കിൽ ഒരു ഷീറ്റ് കൊണ്ട് നമ്മൾ ഈ വെസലിനെ കവർ ചെയ്യാണ്. ഓക്കെ, ആൻഡ് നമ്മൾ എന്താണ് ആഡ് ചെയ്യുന്നത്, ഈ ഒരു ഭാഗത്ത് നമ്മൾ സ്മോക്ക് ആഡ് ചെയ്യാണ്. ക്ലിയർ? ഇനി നമ്മൾ എന്താ ചെയ്തത്, ഒരു ലേസർ ടോർച്ച് ഉപയോഗിച്ച് നമ്മൾ ഈ വെസലിലേക്ക് ഒന്ന് അടിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് എന്താണ് കാണുക നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അതുപോലെ ഇവിടെ ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്താ കാണുന്നത്? സി, ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ നോർമലി കാണുന്ന റെഡ് ലേസർ അല്ല, ഒരു ഗ്രീൻ ലേസർ ആണ് ഞാനിവിടെ ആഡ് ചെയ്തത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ലേസറിന്റെ പാത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ആ ലൈറ്റിന്റെ പാത്ത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. എന്താ കാണാൻ സാധിക്കുന്നത്? സി, നമ്മള് ലേസറിൽ നിന്ന് നമ്മൾ അടിച്ചപ്പോൾ നമുക്ക് എന്താ കാണാൻ സാധിക്കുന്നത്, ഒരു ബെൻഡിങ് ഉണ്ടായി അല്ലെ. അത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ലൈറ്റ് ഒന്ന് ബെൻഡ് ചെയ്തു. നേരെയാണോ ട്രാവൽ ചെയ്തത്, സ്ട്രെയിറ്റ് ലൈൻ ആണോ ട്രാവൽ ചെയ്തത്? അല്ല, അവിടെ ഒരു ബെൻഡിങ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എവിടെ നിന്ന് എവിടെയാണ് ബെൻഡിങ് ഉണ്ടായിരിക്കുന്നത്? ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഓക്കെ, കണ്ടല്ലോ, ഇവിടെ നിന്ന് ഇവിടേക്ക് എത്തിയപ്പോ നമ്മുടെ ലൈറ്റ് എന്ത് ചെയ്തു, ഒന്ന് ബെൻഡ് ചെയ്തു അല്ലെ. നേരെയാണ് അത് പോയിക്കൊണ്ടിരിക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ എങ്ങനെ പോകണം, ഈ ഒരു രീതിയിൽ സ്ട്രെയിറ്റ് ആയിട്ട് പോകണം. പക്ഷെ എന്താ സംഭവിച്ചത്, ഈ ഒരു പോയിന്റ് എത്തിയപ്പോ എന്റെ ലൈറ്റ് എന്ത് ചെയ്തു മക്കളെ, ഒന്ന് ബെൻഡ് ചെയ്തു. അതിനുള്ള കാരണം എന്താണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു, ബെൻഡിങ് ഓഫ് ലൈറ്റ് ബെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ വാട്ട് ഇസ് ദ മീനിങ്, എന്താണ്, ഇവിടെ റിഫ്രാക്ഷൻ നടക്കുന്നുണ്ട് എന്നാണ് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം, വി ഹാവ് സം ക്വസ്റ്റ്യൻസ് ഹിയർ. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, വിച്ച് ആർ ദ മീഡിയം through which light travels within the trough. നമ്മുടെ ലൈറ്റ് ഏതൊക്കെ മീഡിയത്തിലൂടെയാണ് ട്രാവൽ ചെയ്യുന്നത്? നിങ്ങളൊന്ന് നോക്കിയേ, ഏതൊക്കെ മീഡിയത്തിലൂടെയാണ് എന്റെ ലൈറ്റ് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? സി, ഈ വെസലിന്റെ ഉള്ളിൽ നമ്മൾ സ്മോക്ക് ഇട്ടിരുന്നു അല്ലെ. സ്മോക്ക് എന്ന് പറയുന്നത് ഒരു എന്താണ്, ഇറ്റ്സ് എയർ അല്ലെ. സോ എയറിൽ നിന്ന് നമ്മുടെ ഇവിടെ 3/4 ആയിട്ട് വാട്ടർ ആഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. എയറിൽ നിന്ന് വാട്ടറിലേക്കാണ് എന്റെ ലൈറ്റ് ട്രാവൽ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ എത്ര മീഡിയം ഉണ്ട് മക്കളെ? We have 2 medium. ഏതൊക്കെയായിരിക്കും? എയർ മീഡിയം ആൻഡ് വാട്ടർ മീഡിയം. അപ്പൊ ഏതൊക്കെയാണ്? എയർ ആൻഡ് വാട്ടർ. സംശയമൊന്നുമില്ലല്ലോ, നമ്മുടെ ലൈറ്റ് എയർ മീഡിയത്തിൽ നിന്ന് വാട്ടർ മീഡിയത്തിലേക്കാണ് എന്ത് ട്രാവൽ ചെയ്തിരിക്കുന്നത്. അതിന് സംശയമില്ലല്ലോ. സോ വി ഹാവ് 2 മീഡിയം. ഏതൊക്കെയാണ്? എയർ ആൻഡ് വാട്ടർ. Then how will the path of light ray be when it passes from only one medium? Passes through only one medium. ഒരു മീഡിയത്തിലൂടെ മാത്രം ട്രാവൽ ചെയ്യുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക? ആ പാത്തിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിരിക്കോ? അവിടെ ഒരു ഡീവിയേഷൻ ഉണ്ടായിരിക്കോ? അവിടെ ഒരു ബെൻഡിങ് ഉണ്ടായിരിക്കോ? ഇല്ല. സോ there will not have a no bending. അവിടെ ഒരു ബെൻഡിങ് ഉണ്ടാവുമോ? ഒരു ബെൻഡിങ് ഉണ്ടായിരിക്കില്ല, അഥവാ ഡീവിയേഷൻ ഓർ നോ ഡീവിയേഷൻ. No deviation take place. ഓക്കെ, അവിടെ ഒരു ബെൻഡിങ്ങോ ഒരു ഡീവിയേഷനോ ഉണ്ടായിരിക്കില്ല. നമ്മുടെ ലൈറ്റ് എങ്ങനെ ട്രാവൽ ചെയ്യും? സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട്
ട്രാവൽ ചെയ്യും. ആണല്ലോ, ഞാനിവിടെ വരച്ചിരിക്കുന്നത് കണ്ടല്ലോ, ലൈറ്റ് എങ്ങനെയാണോ പോയിക്കൊണ്ടിരിക്കുന്നത് ആ രീതിയിൽ സ്ട്രെയിറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, അതിന് ഡയറക്ഷൻ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടായിരിക്കോ? ദർ ഇസ് നോ ചേഞ്ച് ഇൻ ഡയറക്ഷൻ. ഒന്നുകൂടെ എഴുതി വെക്കുക, നോ ചേഞ്ച് ഇൻ ഡയറക്ഷൻ, നോ ചേഞ്ച് ഇൻ ഡയറക്ഷൻ എന്നുകൂടെ എഴുതി വെക്കുക. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിരിക്കോ? മീഡിയം, ഒറ്റ മീഡിയം ആണെങ്കിൽ, എയർ മാത്രമാണെങ്കിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിരിക്കോ? നോക്കുക, നമ്മുടെ പ്രീവിയസ് ഇതിൽ നോക്കുക നിങ്ങൾ, എയർ മാത്രമാണ്, എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവോ? സ്ട്രെയിറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും അല്ലെ? ഒരു ഡയറക്ഷന് വ്യത്യാസം ഉണ്ടോ? ഇല്ല. ഓക്കെ ഓക്കെ, ക്ലിയർ ആണല്ലോ? യെസ്. Then what about the next question? Is there any deviation in the direction of light ray when it enters obliquely from one medium to another? ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക്. ശ്രദ്ധിക്കുക, ഇവിടെ എത്ര മീഡിയം ഉണ്ട്? 2 മീഡിയം ഉണ്ട്. ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് നമ്മുടെ ലൈറ്റ് ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകോ, അഥവാ ഡയറക്ഷൻ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടായിരിക്കോ എന്നാണ് ക്വസ്റ്റ്യൻ അല്ലെ? യെസ്, അവിടെ എന്ത് സംഭവിക്കും? ചേഞ്ച് ഉണ്ടാകുമല്ലോ. യെസ്, there will be a change in a direction. ഡയറക്ഷനിൽ എന്ത് സംഭവിക്കും മക്കളെ? ചേഞ്ച് ഉണ്ടാവും. നിങ്ങൾ നോക്കിയേ, എയറിൽ നിന്ന് വാട്ടറിലേക്ക് എത്തിയപ്പോ നോക്കുക, ഇവിടെ എയർ ആണ്, ഈ എയറിൽ പോയിക്കൊണ്ടിരിക്കേണ്ട, ഇതേപോലെ പോയിക്കൊണ്ടിരിക്കേണ്ട റേ നമ്മുടെ വാട്ടർ ജംഗ്ഷനിൽ, ഈ ഒരു സെപ്പറേറ്റിംഗ് മീഡിയത്തിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് നമ്മൾ ഒരു ജംഗ്ഷൻ എന്ന് പറയുക. ഈ ജംഗ്ഷനിൽ എത്തിയപ്പോ എന്ത് സംഭവിച്ചു? അതൊന്ന് ഡീവിയേറ്റ് ചെയ്തല്ലോ. യെസ്, ദാറ്റ് മീൻ നേരെയാണെങ്കിൽ ഡയറക്ഷൻ ഒരു ചേഞ്ച് ഉണ്ടായിരിക്കില്ല. പക്ഷെ മീഡിയം മാറിയപ്പോ എന്ത് സംഭവിച്ചു? നമ്മുടെ ഡയറക്ഷന് ഒരു ചേഞ്ച് സംഭവിച്ചു. there is a change in direction ആണല്ലോ. നമ്മുടെ ഡയറക്ഷൻ എന്ത് സംഭവിച്ചു? ഒരു ചേഞ്ച് വന്നു. ഒരു മീഡിയത്തിൽ നിന്ന് ഒരു സെപ്പറേറ്റ് ഒരു അനദർ മീഡിയത്തിലേക്ക് കടന്നപ്പോ നമ്മുടെ ഡയറക്ഷൻ എന്ത് ചെയ്തു? അഥവാ ദ പാത്ത് ഓഫ് ലൈറ്റിന്റെ പാത്തിനൊരു ബെൻഡിങ് അഥവാ ഒരു ഡീവിയേഷൻ സംഭവിച്ചു. ക്ലിയർ? ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞത്. കൃത്യമായിട്ട് ഇവിടെ എഴുതി വെക്കുക. there is a change in direction when it entered from obliquely from one medium to another. ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഡയറക്ഷന് ചേഞ്ച് സംഭവിക്കുന്നു. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ്, what does the ray of light undergo a change in direction? എവിടെയാണ് നമ്മുടെ ആ ഒരു ചേഞ്ച് സംഭവിക്കുന്നത്? എവിടെയാണ് ആ സെപ്പറേഷൻ അല്ലെ? ലൈനിന്റെ ഒരു സെപ്പറേഷൻ ഉണ്ട്. ദിസ് ഈസ് കൺസിഡർ ഒരു വെസൽ ആണെന്ന്, ആൻഡ് ദിസ് ഇസ് എയർ, ആൻഡ് ഇത് വാട്ടർ ആണെന്ന് വിചാരിക്കുക. എവിടെ നിന്നാണോ ആ മീഡിയം സ്റ്റാർട്ട് ചെയ്യുന്നത്? ഒരു മീഡിയത്തിൽ നിന്ന് ഇതൊരു നോർമലാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മളൊരു റേ ഡയഗ്രാംസ് അല്ലെങ്കിൽ നമ്മൾ ലൈറ്റിനെ പറ്റി നമ്മൾ എന്ത് വരയ്ക്കുമ്പോഴും നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്ത്? നോർമൽ. ഓക്കെ, നമ്മൾ ഈ ഒരു സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് അഥവാ 90 ഡിഗ്രി ആയിട്ട് നമ്മൾ എപ്പോഴും എന്ത് വരച്ചിരിക്കണം മക്കളെ? നോർമൽ വരച്ചിരിക്കണം. ഇൻ കേസ് ഓഫ് റിഫ്രാക്ഷൻ എനിത്തിങ് നമ്മൾ എന്ത് വരയ്ക്കണം, നമ്മൾ ലൈറ്റിനെ പറ്റി നമ്മൾ എന്ത് പഠിക്കുമ്പോഴും നമ്മൾ എന്ത് വേണം? നോർമൽ നിങ്ങൾ വരച്ചിരിക്കണം. അത് ബ്രോക്കൺ ലൈൻസിൽ തന്നെ വരയ്ക്കുക. ഓക്കെ, ഇങ്ങനെ നീട്ടി വരയ്ക്കാതെ ബ്രോക്കൺ ലൈൻസ് ആയിട്ട് തന്നെ വരയ്ക്കുക. ഓക്കെ, അപ്പോ എയറിൽ നിന്ന് എന്റെ ലൈറ്റ് വരികയാണ്. എപ്പോഴാ ഡീവിയേഷൻ സംഭവിക്കുക? ഈ ഒരു ജംഗ്ഷനിൽ അല്ലെ, എയറിൽ നിന്ന് വാട്ടറിലേക്ക് എത്തുന്ന ആ ഒരു പെർട്ടിക്കുലർ ജംഗ്ഷനിൽ എത്തുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? എനിക്കിവിടെ ഒരു ബെൻഡിങ് സംഭവിക്കുന്നത്. ആക്ച്വലി എങ്ങനെയാ പോയിക്കൊണ്ടിരിക്കേണ്ടത്? ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കേണ്ട ലൈറ്റ് ഒരു മീഡിയം മാറിയപ്പോ എന്ത് സംഭവിച്ചു മക്കളെ? അതിന്റെ പാത്തിനൊരു ഡീവിയേഷൻ സംഭവിച്ചു, അല്ലെങ്കിൽ ഒരു ബെൻഡിങ് സംഭവിച്ചു. ഈ ഒരു ഫിനോമിനയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? റിഫ്രാക്ഷൻ. എന്താ വിളിക്കുക? റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റിന്റെ റിഫ്രാക്ഷൻ എന്ന് പറയുന്ന ഫിനോമിന ഇതാണ്. ഓക്കെ, ദ ബെൻഡിങ് ഓർ ഡീവിയേഷൻ ഓഫ് ലൈറ്റ് when it travel from one medium
ടു അനദർ മീഡിയം. ഒരേ മീഡിയത്തിലൂടെ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ഒരു ചേഞ്ചും അതിനുണ്ടായിരിക്കില്ല. ക്ലിയർ ആണല്ലോ? എന്താണ് റിഫ്രാക്ഷൻ എന്ന് മനസ്സിലായല്ലോ? മീഡിയം മാറിയിരിക്കണം, അതിനൊരു വ്യത്യാസവും ഇല്ല കേട്ടോ. ഓക്കെ, അപ്പോ നിങ്ങൾ ചിന്തിക്കും, നിങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ് എയറിൽ നിന്ന് വുഡിലേക്ക്. ജസ്റ്റ് എക്സാമ്പിൾ, എയർ ആൻഡ് വുഡ്. ഇതാണ് എൻ്റെ ഒരു എക്സാമ്പിൾ. എയറിൽ നിന്ന് വുഡിലേക്ക്, വുഡ് മീൻസ് നമ്മുടെ തടി. ഓക്കെ, നമ്മുടെ ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ അവിടെ റിഫ്രാക്ഷൻ നടക്കുമോ? ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എയറിൽ നിന്ന് ജസ്റ്റ് കൺസിഡർ ഇതുപോലെ. ഓക്കെ, ദിസ് ഇസ് എ പീസ് ഓഫ് വുഡ്. ഇതൊരു പീസ് ഓഫ് വുഡ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, നമ്മൾ ഇങ്ങനെ ഒരു ബ്രോക്കൺ ലൈൻസ് ഒക്കെ ഉള്ള ഒരു വുഡ് ആണെന്ന് നിങ്ങൾ വിചാരിക്കുക. ഓക്കെ, ഒരു തടി കഷ്ണം. ഈ തടി കഷ്ണത്തിലേക്ക് എന്റെ ലൈറ്റ് തടി കഷ്ണത്തിലേക്കും ഫോൾ ചെയ്യാലോ? ചെയ്യാം, സംഭവിക്കും അല്ലെ? സാധാരണഗതിയിൽ സംഭവിക്കും. എന്റെ ലൈറ്റ് ഇങ്ങനെ ഫോൾ ചെയ്തു, ഇവിടെ റിഫ്രാക്ഷൻ നടക്കുമോ? ഇവിടെ റിഫ്രാക്ഷൻ നടക്കുമെന്നാണ് എന്റെ ക്വസ്റ്റ്യൻ. ഇവിടെ റിഫ്രാക്ഷൻ നടക്കില്ല. എന്ത് നടക്കില്ല? റിഫ്രാക്ഷൻ നടക്കില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കാത്തത് എന്തുകൊണ്ടാണ് ഇവിടെ റിഫ്രാക്ഷൻ നടക്കാത്തത്? അപ്പോ റിഫ്രാക്ഷന് കുറച്ച് ക്രൈറ്റീരിയാസ് കൂടെ ഉണ്ട്. ഈ റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും മീഡിയം ഷുഡ് ബി ട്രാൻസ്പാരന്റ്. എന്താണ്? എന്റെ മീഡിയം എന്തായിരിക്കണം? ട്രാൻസ്പെറന്റ് ആയിരിക്കണം. എന്തായിരിക്കണം? എന്റെ മീഡിയം എന്തായിരിക്കും? രണ്ട് മീഡിയവും ട്രാൻസ്പെറന്റ് മീഡിയമാണ്. എന്താണ് ഈ ട്രാൻസ്പെറന്റ് മീഡിയം എന്ന് പറയുന്നത്? നമ്മുടെ ലൈറ്റ് ആ മീഡിയത്തിലൂടെ ട്രാവൽ ചെയ്യാൻ പറ്റണം. ഓക്കെ, നമ്മുടെ ലൈറ്റ് എന്ത് സംഭവിക്കണം? ആ മീഡിയത്തിലൂടെ തുളച്ചു കയറി അതിനുള്ളിലൂടെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് അല്ലെങ്കിൽ ഉള്ളിലേക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന മീഡിയം ആയിരിക്കണം. ദാറ്റ് മീൻ വാട്ടറിലൂടെ നമുക്ക് ലൈറ്റിനെ ട്രാവൽ ചെയ്യിക്കാൻ സാധിക്കും അല്ലെ? ടോർച്ച് അടിക്കുമ്പോൾ നമുക്ക് ഇപ്പുറഭാഗത്തേക്ക് നമുക്ക് ലൈറ്റ് കാണാൻ സാധിക്കും. എയർ, ദെൻ ഗ്ലാസ് അല്ലെ? അപ്പൊ ഇവർക്കൊക്കെ എന്താണ്? ഇവരൊക്കെ എന്ത് മീഡിയമാണ്? ട്രാൻസ്പെറന്റ് മീഡിയമാണ്. എന്നാൽ വുഡ് എന്ന് പറയുന്നത് എന്താ മക്കളെ? ഇറ്റ് ഈസ് എൻ ഒപ്പാക് മീഡിയം. ഒപ്പാക് മീഡിയം എന്ന് വെച്ചാൽ ലൈറ്റിനെ അവരെന്ത് ചെയ്യും? ബ്ലോക്ക് ചെയ്യും. ലൈറ്റിനെ ബ്ലോക്ക് ചെയ്യുന്ന മീഡിയത്തിൽ ഒന്നും എന്ത് നടക്കില്ല? റിഫ്രാക്ഷൻ നടക്കില്ല. ക്ലിയർ? അപ്പോ ഓർത്ത് വെക്കുക, റിഫ്രാക്ഷൻ നടക്കണമെങ്കിൽ നമ്മുടെ രണ്ട് മീഡിയവും, രണ്ടോ മൂന്നോ മീഡിയം, ഇനി മീഡിയം. ഓക്കെ, ആ മീഡിയം എന്തായിരിക്കണം? ദ മീഡിയം ഷുഡ് ബി ട്രാൻസ്പെറന്റ് മീഡിയം. ഏതൊക്കെയാണ് ആ ട്രാൻസ്പെറന്റ് മീഡിയം എന്ന് പറയുന്നത്? എയർ, എഴുതി വെച്ചോളുക, ഇതൊക്കെ നോട്ടാണ്, എഴുതി വെച്ചോളുക. എയർ, വാട്ടർ, ദെൻ ഏതൊക്കെയാണ് ട്രാൻസ്പെറന്റ് മീഡിയം നിങ്ങൾക്ക് മനസ്സിൽ വരുന്നത്? ദെൻ യെസ്, ഗ്ലാസ്. ഓക്കെ, ദെൻ ഡയമണ്ട്. ഇതൊക്കെ എന്താണ്? ട്രാൻസ്പെറന്റ് മീഡിയം ആണ്. ഇങ്ങനെയുള്ള മീഡിയത്തിൽ മാത്രമേ റിഫ്രാക്ഷൻ നടക്കുകയുള്ളൂ. ബിക്കോസ് ഉള്ളിലൂടെ തുളച്ചു കയറണം ആർക്ക്? ലൈറ്റിന്. അപ്പൊ ഈ കാര്യം കൂടെ ഓർത്തു വെക്കുക. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്തു വെക്കുക. ഇവിടെ റിഫ്രാക്ഷൻ നടക്കുമോ എന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 1 മാർക്ക് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് ABC എന്ന ഓപ്ഷനിൽ ആദ്യം ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും ഇത്. അപ്പൊ ഇവിടെ റിഫ്രാക്ഷൻ നടക്കുവോ? ഇല്ല, ബിക്കോസ് ദിസ് ഇസ് എൻ ഒപ്പാക് ഒബ്ജക്റ്റ്. ഇത് എന്താ ഒബ്ജക്റ്റ് ആണ്? ഒപ്പാക് ആണ്. ട്രാൻസ്പെറന്റ് ആണെങ്കിൽ മാത്രമേ റിഫ്രാക്ഷൻ നടക്കുകയുള്ളൂ. ക്ലിയർ? കംപ്ലീറ്റ്ലി ക്ലിയർ ആണല്ലോ ഈ കാര്യം? ഓക്കെ, സോ will there be a deviation in the direction of a ray of light incident normally? Very good question. നോക്കുക, നോർമലി ആണെങ്കിൽ, നോർമലായിട്ട് നമ്മുടെ ലൈറ്റ് വരികയാണെങ്കിൽ അവിടെ ഡീവിയേഷൻ സംഭവിക്കുമോ എന്നതാണ് ചോദ്യം. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കുട്ടികൾക്ക് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലൊന്ന് കൃത്യമായിട്ട് കോൺസെപ്റ്റ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ചോദ്യം എന്താണ്? നമ്മുടെ ലൈറ്റ്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, നോർമൽ വരച്ചിരിക്കണം. ഏതൊരു റേ ഡയഗ്രാംസ് വരയ്ക്കുമ്പോൾ നമ്മൾ എന്ത് വരയ്ക്കണം? നോർമൽ വരയ്ക്കണം. എന്താണ് ഈ നോർമൽ എന്ന് പറയുന്നത്? അറിയാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത്. നോർമൽ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഭാഗം, നമ്മുടെ ഈ ഒരു വെസലിന് പെർപെൻഡിക്കുലർ ആയിട്ട് അഥവാ 90 ഡിഗ്രി ആയിട്ട് വരയ്ക്കുന്ന ഒരു ബ്രോക്കൺ ലൈൻസ്, ഒരു ഇമാജിനറി ലൈൻ ആണ് എന്ത്? ഒരു നോർമൽ.
ഓക്കെ, 90 ഡിഗ്രി എടുത്ത് നമ്മളൊരു ജസ്റ്റ് ഒരു ബ്രോക്കൺ ലൈൻസ് വരയ്ക്കുന്നു. സിമ്പിൾ, ദാറ്റ് ഇസ് നോർമൽ. ഓക്കെ, അപ്പൊ ഇവിടെ ചോദിക്കുന്നത് നോർമലായിട്ട് ഞാൻ എൻ്റെ ലൈറ്റ് പാസ് ചെയ്യാണ് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് നോർമലായിട്ട് അഥവാ വെർട്ടിക്കലായിട്ട് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ അവിടെ ഡീവിയേഷൻ ഉണ്ടായിരിക്കുമോ? ലൈറ്റിന് ഡീവിയേഷൻ ഉണ്ടായിരിക്കുമോ എന്നാണ് ക്വസ്റ്റ്യൻ. ആൻഡ് ആൻസർ ഈസ് നോ. അവിടെ എന്തുണ്ടായിരിക്കില്ല? അവിടെ ഡീവിയേഷൻ ഉണ്ടായിരിക്കില്ല. ഓക്കെ, എന്തുണ്ടായിരിക്കില്ല? അവിടെ ഡീവിയേഷൻ ഉണ്ടായിരിക്കില്ല. അപ്പൊ നോക്കുക, ഇവിടെ നിങ്ങൾക്ക് പിക്ചറിൽ കാണാൻ സാധിക്കും. Allow the light from a laser torch to fall perpendicular to the surface of water taken in a trough. അപ്പൊ ഒരു പാത്രത്തിൽ, ഒരു വെസലിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു പാത്രത്തിൽ വാട്ടർ നമ്മൾ എടുത്തു വെച്ചിരിക്കുകയാണ് അല്ലെ. ഈ വാട്ടറിന് നമ്മൾ പെർപെൻഡിക്കുലർ ആയിട്ട്, എന്താണ് പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത്? 90 ഡിഗ്രി ആയിട്ട് അല്ലെ. ഈ ഒരു രീതിയിൽ ഞാൻ ടോർച്ച് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ, ടോർച്ച് നമ്മൾ എടുക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? ഈ രീതിയിൽ നമ്മുടെ ലൈറ്റ് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ, ഈ രീതിയിൽ ലൈറ്റ് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കില്ല? They will have a no bending. ഇവിടെ എന്ത് സംഭവിക്കില്ല? ബെൻഡിങ് ഉണ്ടായിരിക്കില്ല. ഓക്കെ, അപ്പോ ഇവിടെ എയർ എന്ന് പറയുന്ന ഒരു മീഡിയത്തിൽ നിന്ന് വാട്ടർ എന്ന് പറയുന്ന മീഡിയത്തിലേക്ക് എത്തുമ്പോൾ എന്ത് സംഭവിക്കില്ല? അവിടെ ബെൻഡിങ് സംഭവിക്കില്ല. അതൊരു സ്പെഷ്യൽ കേസ് ആണ്. ബിക്കോസ് അത് എന്തുകൊണ്ടാ? നമ്മുടെ ലൈറ്റ് നോർമലിലൂടെയാണ് ട്രാവൽ ചെയ്യുന്നത്. ആ ഒരു വെസലിന് കൃത്യമായ പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മുടെ ലൈറ്റ് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ, ഓർത്ത് വെക്കുക, നമ്മുടെ കൃത്യമായിട്ട് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത് എങ്കിൽ അവിടെ എന്ത് സംഭവിക്കില്ല? റിഫ്രാക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ ബെൻഡിങ് സംഭവിക്കില്ല. എന്ത് സംഭവിക്കില്ല? ബെൻഡിങ് സംഭവിക്കില്ല. അപ്പൊ വേറൊരു എക്സാമ്പിൾസ് ഒക്കെ വെച്ച് നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ ഇത് മാത്രം നോക്കുക. നമ്മുടെ ലൈറ്റ് പെർപെൻഡിക്കുലർ ആണോ വരുന്നത്, അഥവാ 90 ഡിഗ്രി ആയിട്ടാണോ ലൈറ്റ് വരുന്നത് എങ്ങനെയാണെങ്കിൽ ഉറപ്പിച്ചോളാം, അവിടെ ബെൻഡിങ് അഥവാ ഡീവിയേഷൻ ഓഫ് ലൈറ്റ് നടക്കില്ല. ഓക്കെ, അപ്പൊ നോക്കുക, പിക്ചർ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. എക്സാമിന് ഇങ്ങനെ തന്നെ വരച്ചു വെക്കുക. ഓക്കെ, എയർ, വാട്ടർ എന്ന രീതിയിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. അത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ ഈ രീതിയിലൊക്കെ ഒന്ന് നോട്ട്, നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നോട്ടൊക്കെ ഒന്ന് എഴുതാൻ ശ്രമിക്കാം. ഓക്കെ, see, when light travel through a single medium, ഒരു സിംഗിൾ മീഡിയത്തിലൂടെ മാത്രമാണ് ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത് എങ്കിൽ the path of light will be straight line. നോക്കുക, ഇവിടെ ഒരു മീഡിയവും ഇല്ല, എയർ മീഡിയം ആണെന്ന് മാത്രം വിചാരിക്കുക. എന്താ സംഭവിക്കുക? നമ്മുടെ ലൈറ്റ് ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കും. ഇതേ രീതിയിൽ പോവും. സംശയമൊന്നുമില്ല, ഒറ്റ മീഡിയേ ഉള്ളൂ, സ്ട്രെയിറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. The ray of light undergoes a deviation. At a surface of separation. When it enters obliquely from one medium to another. ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക്. See, taken this is a vessel. Okay, ഇവിടെ എന്തുണ്ട്? രണ്ട് മീഡിയം ഉണ്ട്, എയർ, വാട്ടർ. ഇതാണ് എന്താ? നമ്മുടെ സർഫസ് ഓഫ് സെപ്പറേഷൻ. ഞാൻ പറയുന്നു, ആ ഒരു ഗ്യാപ്പ് അഥവാ ഒരു ജംഗ്ഷൻ അല്ലെ, ഈ ജംഗ്ഷന് നമ്മൾ ഇനി വിളിക്കാൻ പോകുന്ന പേരാണ് സർഫസ് ഓഫ് സെപ്പറേഷൻ. എന്താണ്? രണ്ട് മീഡിയത്തെ തമ്മിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്ന ആ സർഫസിനെ വിളിക്കുന്ന പേരാണ് എന്താ? സർഫസ് ഓഫ് സെപ്പറേഷൻ. ദിസ് ഇസ് എയർ ആൻഡ് ദിസ് ഇസ് വാട്ടർ. ഈ സമയത്ത് എന്ത് സംഭവിക്കും? there will be have a deviation. നമ്മുടെ ലൈറ്റിന് എന്തുണ്ട് മക്കളെ? ഒരു ഡീവിയേഷൻ സംഭവിക്കുന്നുണ്ട്. ലൈറ്റിന് എന്ത് സംഭവിക്കുന്നുണ്ട്? ഒരു ഡീവിയേഷൻ സംഭവിക്കുന്നുണ്ട്. there will be no deviation. ശ്രദ്ധിക്കുക, there will be no deviation in the path of ray of light incident normally.
നേരെയാണ് നമ്മുടെ റേ ഓഫ് ലൈറ്റ് വരുന്നത് എങ്കിൽ, എന്ത് സംഭവിക്കില്ല? അവിടെ ഒരു ബെൻഡിങ്ങോ ഡീവിയേഷനോ ഉണ്ടായിരിക്കില്ല. ഓക്കെ, അപ്പോ നോർമൽ ആയിട്ടാണ് വരുന്നതെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്, there will be no deviation in the path of light ray when എപ്പോഴാണ്? നോർമൽ ആണെങ്കിൽ, നോർമൽ ആയിട്ടാണ് വരുന്നത് എങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കില്ല? ഡീവിയേഷൻ ഉണ്ടായിരിക്കില്ല. അപ്പൊ ഈ കാര്യം ഓർത്ത് വെക്കുക, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ നോട്ട് കൂടെ ഒന്ന് എഴുതി വെക്കുക. ഓക്കെ, ക്ലിയർ? സി, അപ്പൊ നിങ്ങൾ ചിന്തിക്കും എങ്ങനെയാണ് ഈ ഡീവിയേഷൻ ഉണ്ടാകുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാവുന്നത്? ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് പോകുമ്പോൾ എന്താണ് ഇങ്ങനെ ഒരു മാറ്റം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പാത്തിനൊരു വ്യത്യാസം ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? ജസ്റ്റ് നിങ്ങളൊരു എക്സാമ്പിൾ എടുക്കുക. നിങ്ങളൊരു കാർ ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല സ്മൂത്തായ റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾ പെട്ടെന്ന് ഭയങ്കര ഒരു റഫ് ആയിട്ടുള്ള റോഡിലൂടെ ട്രാവൽ ചെയ്യണം. വളരെ കല്ലും മുള്ളും നിറഞ്ഞൊരു റോഡിലൂടെ ട്രാവൽ ചെയ്യാണ്. അപ്പൊ സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഒരു പാത്തിൽ ഒരു വ്യത്യാസം ഉണ്ടായിരിക്കുമല്ലോ. അതേ ഒരു വ്യത്യാസമാണ് ഇവിടെ നമ്മുടെ ലൈറ്റിനും ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വാട്ട് കോസസ് a deviation in a path of light ray when it passes from one medium to another? ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചേഞ്ച് സംഭവിക്കുന്നത്? നോക്കുക, this is a smooth surface and this is a rough surface. ഓക്കെ, ഇത് എന്താണ്? സ്മൂത്ത് ആണ്, ആൻഡ് ദിസ് ഇസ് എ റഫ്. നല്ല സ്മൂത്ത് ആയ സർഫസിലൂടെ നമ്മുടെ കാറ് വന്നതിന് ശേഷം പെട്ടെന്ന് റഫ് സർഫസിലേക്ക്, റഫ് ആയിട്ടുള്ള റോഡിലേക്ക് നിങ്ങൾ ട്രാവൽ ചെയ്യാണ്, പെട്ടെന്ന് മാറുകയാണ്. അപ്പൊ എന്താ സംഭവിക്കുക? നമ്മുടെ കാറിന് ഒരു വ്യത്യാസം ഉണ്ടായിരിക്കും. ഇതിന്റെ പാത്തിന് എന്തുണ്ടാകും? ഒരു വ്യത്യാസം ഉണ്ടാകും. ഇതേ കാര്യം തന്നെയാണ് നമ്മുടെ ലൈറ്റ് ഒരു സ്മൂത്തായ സർഫസിൽ നിന്ന് ഒരു റഫ് സർഫസ്, ദാറ്റ് മീൻ അവിടെ ഒരു മീഡിയത്തിന് ഒരു വ്യത്യാസം ഉണ്ടാവാണ് അല്ലെ. അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടാകുമ്പോൾ ലൈക്ക് നമ്മുടെ കാർ എങ്ങനെയാണോ പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ആർക്കും ചേഞ്ച് ഉണ്ടായിരിക്കും, നമ്മുടെ ലൈറ്റിനും ഒരു ചേഞ്ച് ഉണ്ടായിരിക്കും. സി, ഇതുപോലെയാണ് കാറ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ, സ്മൂത്ത്, റഫ്. ഇനി നിങ്ങളൊന്ന് ചിന്തിക്കുക, നിങ്ങളുടെ ലോജിക് എടുത്ത് വെച്ച് ചിന്തിക്കുക. നല്ല സ്മൂത്തായ റോഡിലൂടെ ഒരു എന്താ പറയുക, വളരെ സ്മൂത്തായ, നമ്മൾ ഹൈവേസിലൂടെ ഒക്കെ പോകുന്നത് പോലെ വളരെ സ്മൂത്തായ റോഡിലൂടെ, ലൈക്ക് ഹൈവേ, നമ്മുടെ നാഷണൽ ഹൈവേ ഒക്കെ വളരെ സ്മൂത്തായിട്ട് നമുക്ക് നീറ്റ് റോഡാണ് അല്ലെ. ആ റോഡിലൂടെ പോകുമ്പോഴും ഭയങ്കര കുണ്ടും കുഴിയും ഒക്കെ നിറഞ്ഞ, ഭയങ്കര കുഴികളും ഒക്കെയുള്ള റോഡിലൂടെ പോകുമ്പോഴും, ഏത് റോഡിലൂടെ പോകുമ്പോഴാണ് നിങ്ങൾക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് പോകാൻ സാധിക്കുക? ഒന്ന് ചിന്തിച്ചേ. നല്ല റോഡിലൂടെ പോകുമ്പോഴാണോ, നല്ല കുഴിയൊക്കെ ഉള്ള റോഡിലൂടെ പോകുമ്പോഴാണോ നമ്മുടെ വെഹിക്കിൾ അത്യാവശ്യം നല്ല ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാം? ഏതിലൂടെ ആയിരിക്കും? റഫ് സർഫസ് ആണോ, സ്മൂത്ത് സർഫസിലാണോ നന്നായിട്ട് നമുക്ക് സ്മൂത്ത് ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുക? യെസ്, നമ്മള സ്മൂത്ത് സർഫസ് അല്ലെ. നല്ല കൃത്യമായ നല്ല റോഡിലൂടെ പോകുമ്പോൾ നമുക്ക് എന്താണ്, വളരെ ഫാസ്റ്റർ ആയിട്ട് പോകാൻ സാധിക്കും. എന്നാൽ കുണ്ടും കുഴിയും ഭയങ്കര ഒരു ഇറഗുലാരിറ്റീസ് നിറഞ്ഞ റോഡിലൂടെയാണെങ്കിൽ അവിടെ നമുക്ക് എന്താണ്, അവിടെ നമുക്ക് അത്ര ഫാസ്റ്റ് ആയിട്ട് ട്രാവൽ ചെയ്യാൻ സാധിക്കില്ല അല്ലെ. അപ്പോ കുറച്ച് കട്ടി കൂടി, അല്ലെങ്കിൽ കുറച്ച് അങ്ങനെ ഇങ്ങനെ ഇറഗുലാരിറ്റീസ് ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ആ ഒരു മീഡിയത്തിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സ്പീഡ് എന്താണ്, ഓട്ടോമാറ്റിക്കലി നമുക്ക് കുറയ്ക്കേണ്ടി വരും അല്ലെ. അപ്പോ ഈ കാര്യം ഒന്ന് മനസ്സിൽ വെക്കുക. ഓക്കെ, അതിനുശേഷം ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, നോക്കാം. A change in direction, നോക്കുക, a change in direction caused by a change in a speed of car as it moves from one surface to another. ഒരു സർഫസിൽ നിന്ന് മറ്റൊരു സർഫസിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? നമ്മുടെ കാറിന്റെ ഡയറക്ഷൻ മാറുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ്? അതുപോലെ തന്നെ ചേഞ്ച് ഇൻ സ്പീഡും ഡയറക്ഷനും മാറുന്നുണ്ട്. എപ്പോ? ഒരു മീഡിയത്തിൽ നിന്ന്, ദാറ്റ് മീൻ വൺ സർഫസ് ടു അനദർ, ഒരു സർഫസിൽ നിന്ന് മറ്റൊരു സർഫസിലേക്ക് നമ്മുടെ കാർ ട്രാവൽ ചെയ്യുമ്പോൾ രണ്ട് ചേഞ്ചസ് ആണ്. ഒന്ന് ഡയറക്ഷൻ മാറുന്നു, രണ്ടാമത്തത് എന്താണ്? ഒന്ന് ഡയറക്ഷൻ മാറുന്നു, ദെൻ സെക്കൻഡ് വൺ ഇസ് നമ്മളെ സ്പീഡും ചേഞ്ച് ആകുന്നു. ഓക്കെ, ദെൻ the speed of light is different. Very important. The speed of light
is different in different medium. ഓരോ മീഡിയത്തിലൂടെ നമ്മുടെ ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോഴും എന്താണ്, നമ്മുടെ സ്പീഡ് വ്യത്യാസമുണ്ട്. എന്ന് വെച്ചാൽ ലൈറ്റിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ എയറിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ ഉള്ള സ്പീഡ് ആയിരിക്കില്ല വാട്ടറിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ. അതേ സ്പീഡ് ആയിരിക്കില്ല ഡയമണ്ടിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ. അതേ സ്പീഡ് ആയിരിക്കില്ല നമ്മുടെ ഗ്ലാസ്സിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ. ദാറ്റ് മീൻ നമ്മുടെ ഓരോ മീഡിയത്തിലൂടെ ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോഴും ലൈറ്റിന്റെ സ്പീഡ് എന്ത് ചെയ്യുന്നുണ്ട്, വ്യത്യാസം വരുന്നുണ്ട്. ഓക്കെ, അതൊന്ന് ഓർത്ത് വെക്കുക. ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഈസ് ഡിഫറെന്റ് ഇൻ ഡിഫറെന്റ് മീഡിയം. ദ ചേഞ്ച് ഇൻ ദ സ്പീഡ് ഓഫ് ലൈറ്റ്, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? കോസസ് ദ ചേഞ്ച് ഇൻ ഡിറക്ഷൻ ഓഫ് the ray of light when it passes from one medium to another. അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അവിടെ ആ ഒരു ഡീവിയേഷൻ, ഡയറക്ഷൻ മാറുന്നത് കൊണ്ടാണ് അതിന്റെ സ്പീഡിന് വ്യത്യാസം വരുന്നത്. അഥവാ മീഡിയം ചേഞ്ച് ആകുന്നത് കൊണ്ട് ഡയറക്ഷൻ മാറുന്നു. ഡയറക്ഷൻ മാറുന്നത് കൊണ്ട് നമ്മുടെ ആ ഒരു പാത്തിൽ ഉണ്ടാകുന്ന സ്പീഡും എന്ത് സംഭവിക്കുന്നുണ്ട്, ചേഞ്ച് സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ ഒരു മീഡിയം മാറുമ്പോ, ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നു? ഡയറക്ഷൻ ചേഞ്ച് ആകുന്നു, സ്പീഡും ചേഞ്ച് ആകുന്നു. ക്ലിയർ? ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കുക ഏതൊക്കെയാണ് നമ്മുടെ മീഡിയം ഞാൻ എടുത്തിരിക്കുന്നത്. വി ഹാവ് സോ മച്ച് മീഡിയം, കുറെ മീഡിയങ്ങളുണ്ട്. പക്ഷെ ഇപ്പൊ ഞാനൊരു 4 വളരെ ഇമ്പോർട്ടന്റ് മീഡിയംസ് ആണ് എടുത്തിരിക്കുന്നത്. ഏതൊക്കെയാണ് നോക്കിയേ? എയർ, വാട്ടർ, ഗ്ലാസ് ആൻഡ് ഡയമണ്ട്. അപ്പൊ നോക്കുക, ഈ ഓരോ മീഡിയത്തിലൂടെയും നമ്മുടെ ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സ്പീഡാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, എക്സാമിന് ചോദിക്കാറുണ്ട്, ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക, അവിടെ എത്തുമ്പോൾ ഞാൻ ചോദിക്കും. ഓക്കെ, അപ്പൊ നോക്കുക, നമ്മുടെ ലൈറ്റ് എയറിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സ്പീഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പെർ സെക്കൻഡ് ആണ്. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കോമൺ കാര്യമുണ്ട്. നമ്മുടെ ഏറ്റവും കൂടുതൽ സ്പീഡിൽ ട്രാവൽ ചെയ്യുന്നത് ആരാണ്? ഏറ്റവും സ്പീഡിൽ ട്രാവൽ ചെയ്യുന്നത് ലൈറ്റ് ആണ്. ഓക്കെ, ലൈറ്റ് ആണ് നമ്മുടെ വേൾഡ്, നമ്മൾ മൊത്തം എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സ്പീഡിൽ ട്രാവൽ ചെയ്യാൻ കഴിയുന്ന ആർക്കാണ്? ലൈറ്റിനാണ്. സൗണ്ടിനാണോ? അല്ല. നമ്മൾ തണ്ടർ, ലൈറ്റ്നിങ് ആൻഡ് തണ്ടർ എന്ന് പറയും അല്ലെ. ഇടിയും മിന്നലും ഒരുമിച്ചാണ് നടക്കുന്നത്. പക്ഷെ നമുക്ക് ആദ്യം എന്താ ഉണ്ടാവുക? നമുക്ക് എന്താ കാണാൻ സാധിക്കുക? മിന്നലാണല്ലേ. അതിനുശേഷമാണ് നമുക്ക് ഇടിയുടെ സൗണ്ട് അല്ലെ, നമുക്ക് തണ്ടറിന്റെ സൗണ്ട് നമുക്ക് കേൾക്കാൻ സാധിക്കുക. ദാറ്റ് മീൻ ലൈറ്റ് ട്രാവൽസ്, നമ്മൾ ഏറ്റവും കൂടുതൽ ഫാസ്റ്റർ ട്രാവൽ ചെയ്യുന്നത് ആരാണ്? ലൈറ്റ് ആണ്. അപ്പൊ എങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത്? 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. എന്ന് വെച്ചാൽ എന്താ? നമ്മൾ 1 എന്ന് പറയുമ്പോൾ ദാറ്റ് മീൻ ഒരു സെക്കൻഡിൽ 3 ലക്ഷം മീറ്റർ ആര് സഞ്ചരിക്കുന്നുണ്ട്? ലൈറ്റ് സഞ്ചരിക്കും. നമ്മൾ 1 എന്ന് പറയുന്ന ആ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ലൈറ്റ് എത്ര ദൂരം സഞ്ചരിക്കുന്നു? 3 ലക്ഷം മീറ്റർ സഞ്ചരിക്കുകയാണ്. സോ ലൈറ്റ് ആണ് ഏറ്റവും കൂടുതൽ വളരെ ഫാസ്റ്റർ ആയിട്ട് ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, അതൊന്ന് ഓർത്ത് വെക്കുക. അപ്പൊ നോക്കുക, എയറിന്റെ സ്പീഡ് എങ്ങനെയാണ്? നമ്മുടെ ലൈറ്റ് എയറിലൂടെയാണ് പോകുന്നത് എങ്കിൽ അവിടെ ഉണ്ടാകുന്ന സ്പീഡ് എന്താണ്? 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ഇത് നിങ്ങൾക്ക് അറിയാലോ, 10⁸ എന്നുള്ള കാര്യമൊക്കെ അറിയാലോ. നമ്മളിത് സ്റ്റാൻഡർഡൈസ് ചെയ്ത് എഴുതുന്നത് മാത്രം. ഈ 10⁸ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? നിങ്ങൾ മാത്സിൽ സാർ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും. എന്താണ് 10⁸ എന്ന് പറഞ്ഞാൽ? 8 0 അല്ലെ. 10⁸ എന്ന് പറഞ്ഞാൽ 8 0. നോക്കുക, 1 2 3 4 5 6 7 8. ഓക്കെ ഓക്കെ, ക്ലിയർ? ഇതാണ് എന്ത്? 3 × 10⁸ എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ 8 ലക്ഷം കിലോമീറ്റർ എന്ന രീതിയിലാണ് ഒരു സെക്കൻഡിൽ ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നോക്കുക, ആൻഡ് വാട്ടറിലൂടെയാണ് ട്രാവൽ ചെയ്യുന്നത് എങ്കിൽ, നമ്മുടെ ലൈറ്റ് വെള്ളത്തിലൂടെയാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ എന്താ സംഭവിക്കുക? വാട്ട് ഇസ് ദ സ്പീഡ്? 2.25 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. 2.25 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ദെൻ ഗ്ലാസ്സിലൂടെയാണെങ്കിൽ നമ്മുടെ ലൈറ്റ് ഗ്ലാസ്സിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ഒരു സെക്കൻഡിൽ എത്ര ട്രാവൽ ചെയ്യും? 2 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ദെൻ വാട്ട് അബൌട്ട് ദ ഡയമണ്ട്? ദാറ്റ് ഈസ് 1.25 ×
10⁻⁸ മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ നോക്കുക, ഓരോ മീഡിയത്തിനും വ്യത്യാസം ഉണ്ട് അല്ലെ. ലൈറ്റ് ട്രാവൽ ചെയ്യുന്നതിന്റെ സ്പീഡ് എന്തുണ്ട്, വ്യത്യാസമായിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ നോക്കുക, ഇതിൽ ഏറ്റവും കൂടുതൽ സ്പീഡില് എവിടെയാ ട്രാവൽ ചെയ്യുന്നത്? ഈ തന്നിരിക്കുന്ന മീഡിയത്തില് നമ്മുടെ ലൈറ്റ് ഏറ്റവും കൂടുതൽ ഏത് മീഡിയത്തിലാണ് ട്രാവൽ ചെയ്യുന്നത്? സ്പീഡ് ഏറ്റവും കൂടുതൽ ഏത് മീഡിയത്തിനാ? യെസ്, വാട്ടറിനാണ് അല്ലെ. സോറി, ഏതിനാണ്? എയറിനാണ് അല്ലെ. സോറി, ഏതാണ്? എയർ. എയർ എത്രയാണ്? 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ആൻഡ് ഏറ്റവും കുറവ് ആർക്കാണ്? ഡയമണ്ട്. അപ്പൊ നോക്കുക, നിങ്ങളൊന്ന് ചിന്തിച്ചേ, എന്തുകൊണ്ടാ ഡയമണ്ടിനെ കുറയാൻ കാരണം? എയറിന് കൂടാനുള്ള കാരണം എന്തുകൊണ്ടാ? ഡയമണ്ടിന് കുറയാനും എയറിന് കൂടാനുള്ള കാരണം, അതിന്റെ ഒരു കട്ടി നിങ്ങളൊന്ന് ചിന്തിച്ചേ. എയർ എന്ന് പറഞ്ഞാൽ വളരെ ലൈറ്റ് ആണ് അല്ലെ, വളരെ ലൈറ്റ് ആണ്. ദെൻ വാട്ട് അബൌട്ട് വാട്ടർ? കുറച്ചുകൂടെ ഡെൻസിറ്റി കൂടുതലാണ് അല്ലെ. ആൻഡ് വാട്ട് അബൌട്ട് ഗ്ലാസ്? അതിനേക്കാൾ കുറച്ചുകൂടെ ഡെൻസിറ്റി കൂടുതലാണ്. അതിനേക്കാൾ ഡെൻസിറ്റി കൂടിയതാണ് ആര്? ഡയമണ്ട്. അപ്പോ ഡെൻസിറ്റിയും നമ്മുടെ സ്പീഡ് ഓഫ് ലൈറ്റിനും എന്തോ ബന്ധമുണ്ട് അല്ലെ. ഡെൻസിറ്റി കൂടുന്നതിനനുസരിച്ച് നിങ്ങൾ നോക്കുക, എയറിന് വളരെ കുറവ് ഡെൻസിറ്റിയാണ്. ഇവിടേക്ക് വരും തോറും ഡെൻസിറ്റി കൂടിയാണ് വരുന്നത് അല്ലെ. അപ്പോ ഡെൻസിറ്റി കൂടുന്നതിനനുസരിച്ച് നമ്മുടെ സ്പീഡ് ഓഫ് ലൈറ്റ് കുറഞ്ഞു വരിക. ദാറ്റ് മീൻ വളരെ ഡെൻസിറ്റി കുറഞ്ഞ റോഡിലൂടെ, നല്ല സ്മൂത്ത് ആയ റോഡിലൂടെ പോകുമ്പോൾ നല്ല എന്താണ്, വളരെ സ്പീഡിൽ നമ്മൾ പോകും. എയറിൽ ഒരു തടസ്സവും ഇല്ല. എയറിലൂടെ വളരെ സ്പീഡില് ലൈറ്റ് ട്രാവൽ ചെയ്യും. എന്നാൽ കട്ടി കൂടുമ്പോൾ, നമ്മുടെ മീഡിയത്തിന് വളരെ തടഞ്ഞു നിൽക്കാനൊക്കെയുള്ള ഇത് കൂടുമ്പോൾ, ഡെൻസിറ്റി കൂടുമ്പോൾ അതിലൂടെ ലൈറ്റ് ട്രാവൽ ചെയ്ത് അല്ലെങ്കിൽ കടന്നു പോകുന്നത് കൊണ്ട് സ്പീഡ് എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പോ ഇത് ഓർത്ത് വെക്കുക, ഡെൻസിറ്റി കൂടുതലാണെങ്കിൽ, നമ്മുടെ മീഡിയത്തിന്റെ ഡെൻസിറ്റി കൂടുതലാണെങ്കിൽ അതിന്റെ സ്പീഡ് എന്തായിരിക്കും? ആ മീഡിയത്തിലൂടെ പോകുന്ന ലൈറ്റിന്റെ സ്പീഡ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ഓക്കെ, അപ്പൊ ഡെൻസിറ്റിയും സ്പീഡും തമ്മിലുള്ള ഒരു റിലേഷൻ ആണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇതൊക്കെ കോൺസെപ്റ്റ് ആണേ മക്കളെ. അപ്പൊ ഡെൻസിറ്റി കൂടുമ്പോ എന്ത് കുറയും? സ്പീഡ് കുറയും. ഇവിടെ എയറിന്റെ ഡെൻസിറ്റി വളരെ കുറവാണ്, അതുകൊണ്ട് ഇവിടെ ഉണ്ടായിരിക്കുന്ന സ്പീഡ് നോക്കുക, കമ്പാരിറ്റീവ്ലി ഏറ്റവും കൂടുതൽ സ്പീഡ് ആർക്കാണ്? നമ്മുടെ എയറിനാണ് ഉണ്ടായിരിക്കുക. ഓക്കെ, എയർ, വാട്ടർ, ഗ്ലാസ് ആൻഡ് ഡയമണ്ട്. ഇതൊന്നും ഓർത്ത് വെക്കുക. എയറിന് എത്രയാണ്? ഇപ്പൊ തന്നെ പഠിക്കുക, 3 × 10⁸. വാട്ടറിന് എത്രയാണ്? ദാറ്റ് ഈസ് 2.25. മറ്റേ 3 ഇത് 2.25. Then what about glass? 2 × 10⁸ meter per second. What about diamond? 1.25. Okay, ഒന്നുകൂടെ നോക്കുക, 3, 2.25, 2 and 1.5 എന്ന രീതിയിൽ 1.25 എന്ന രീതിയിൽ ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, സി എങ്ങനെയാണ് ഈ ഓരോ മീഡിയത്തിലൂടെയും ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത് നോക്കുക. ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡിൽ എത്ര ട്രാവൽ ചെയ്യുന്നു? വാക്വത്തിലൂടെയാണ് ഏറ്റവും കൂടുതൽ സ്പീഡിൽ വാക്വത്തിലൂടെയാണ് ട്രാവൽ ചെയ്യുന്നത്. ദാറ്റ് ഈസ് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, വാക്വത്തിലൂടെ 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ എന്ന രീതിയിലാണ് ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, എന്താണ് 3 ലക്ഷം കിലോമീറ്റർ ഒരു സെക്കൻഡിൽ. ഓക്കെ, ആൻഡ് വാട്ട് അബൌട്ട് വാട്ടർ? നോക്കുക, ഇൻ ടേംസ് ഓഫ് മൈൽസിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, വാട്ടറിലൂടെ ആണെങ്കിൽ ഇതിലൂടെ വളരെ സ്മൂത്ത് ആയിട്ട് ട്രാവൽ ചെയ്യാം. ആൻഡ് വാട്ട് അബൌട്ട് വാട്ടർ? വാട്ടറിലൂടെ ഈ ഒരു രീതിയിലാണ് ട്രാവൽ ചെയ്യാൻ സാധിക്കാത്തത്. ബിക്കോസ് അവിടെ കുറച്ചൊരു എന്തുണ്ട്, ഒരു റെസിസ്റ്റ് ചെയ്യാൻ വാട്ടർ ഉണ്ട്. സോ വാട്ടർ എത്രയാണ്? 1,40,000 മൈലാണ്. ദെൻ ഗ്ലാസ്, വാട്ട് അബൌട്ട് ഗ്ലാസ്? 1,20,000 മൈൽസിലാണ് ഗ്ലാസ് ട്രാവൽ ചെയ്യുക. ആൻഡ് വാട്ട് അബൌട്ട് ഡയമണ്ട്? ദാറ്റ് ഇസ് 77,500 മൈൽസ്. ഓക്കെ, ഗ്ലാസ്സിലൂടെ ആകുമ്പം കുറച്ച് ഈ ഒരു രീതിയിലാണ് ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഈ പിക്ചർ നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ? അപ്പൊ എത്രത്തോളം ഡിഫിക്കൽട്ടിയിലാണ്? ഡെൻസിറ്റി കൂടുന്നതിനനുസരിച്ച് നമ്മുടെ സ്പീഡ് കുറയുന്നു. ഏറ്റവും സ്പീഡ് കുറവ് ആർക്കായിരിക്കും? ഡയമണ്ട്.
ഏറ്റവും കൂടുതൽ സ്പീഡ് എപ്പോഴും വാക്വം ഓർ എയറിലായിരിക്കും ഏറ്റവും കൂടുതൽ സ്പീഡ് ഉണ്ടായിരിക്കുക. ക്ലിയർ ആണല്ലോ? ഇക്കാര്യം കൃത്യമായിട്ടൊന്ന് മനസ്സിൽ ഉറപ്പിച്ചു വെക്കുക. ഈ ഫിഗറൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഇങ്ങനെ ഈ ഫിഗറുകൾ നിങ്ങൾക്ക് മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺസെപ്റ്റുകൾ നിങ്ങൾക്ക് പഠിക്കാം. ഓക്കെ, ഇങ്ങനെ ബൈ ഹാർട്ട് പഠിക്കാതെ കാര്യങ്ങൾ അറിഞ്ഞു വെക്കുക. ഓക്കെ, കൃത്യമായിട്ട് അറിഞ്ഞു വെക്കുക. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുന്ന തരത്തിൽ കൃത്യമായിട്ട് അറിഞ്ഞു വെക്കുക. ഓക്കെ, സംശയങ്ങൾ സൈഡിലൊക്കെ ഒന്ന് എഴുതി വെക്കുക. എപ്പോഴെങ്കിലും നമുക്ക് ഇതാക്കുകയാണെങ്കിൽ ചോദിക്കുന്ന തരത്തിൽ എഴുതി വെക്കുക. ഓക്കെ, അപ്പോൾ ബൈ ഹാർട്ട് പഠിക്കാതെ കോൺസെപ്റ്റ് മനസ്സിലാക്കുക. അപ്പൊ ഈ പിക്ചർ ഒന്ന് മനസ്സിലൊന്ന് ഉണ്ടായിരിക്കുക. അപ്പൊ നോക്കുക, ഡിഫറെന്റ് സ്പീഡ് ഓഫ് ലൈറ്റ്. നമുക്ക് ഓരോ മീഡിയത്തിൽ ഉണ്ടായിരിക്കുന്ന ഡിഫറെന്റ് സ്പീഡ് ഓഫ് ലൈറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കുക, ലൈറ്റ് ട്രാവൽസ് അറ്റ് ഡിഫറെന്റ് സ്പീഡ് ത്രൂ ഡിഫറെന്റ് മെറ്റീരിയൽ. ഓരോ മെറ്റീരിയലിൽ ഉണ്ടായിരിക്കുമ്പോഴും നമ്മൾ ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോഴും അവിടെ ഉണ്ടാകുന്ന സ്പീഡ് എന്താണ്? ഇറ്റ് വിൽ ബി ഡിഫറെന്റ്. സി, ഇവിടെ എന്തൊക്കെയാണ്, ഏതൊക്കെ മീഡിയം ആണുള്ളത് നോക്കുക. എയർ മീഡിയം, ദെൻ വാട്ടർ, ഗ്ലാസ്, ഡയമണ്ട്. ഓക്കെ, എന്തൊക്കെയാണ്? എയർ മീഡിയം, ഇതാണ് എയർ മീഡിയം. എയർ മീഡിയം, ദിസ് ഇസ് വാട്ടർ മീഡിയം, ഇതാണ് നമ്മുടെ വാട്ടർ. വാട്ടർ ആണ് കൊടുത്തിരിക്കുന്നത്, വാട്ടർ മീഡിയം. ദെൻ ദിസ് ഇസ് എ ഗ്ലാസ് പീസ്, ഇതൊരു ഗ്ലാസ് പീസ് ആണ്, ഗ്ലാസ്. ആൻഡ് ലാസ്റ്റ്ലി ദിസ് ഇസ് എ ഡയമണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി കൂടിയത് ആർക്കാണ്? ഡയമണ്ട്. അതിനേക്കാൾ കുറച്ച് കുറവ് ഗ്ലാസ്, അതിനേക്കാൾ കുറവ് വാട്ടർ, ഏറ്റവും കുറവ് എയർ. ഓക്കെ, അപ്പൊ ഡെൻസിറ്റിയും ഓർത്ത് വെക്കുക. അപ്പൊ ഇത്ര കട്ടിയുള്ള ഡെൻസിറ്റി ഉള്ള ഡയമണ്ടിലൂടെ എന്റെ ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ നോക്കുക എത്ര ഇതിലാണ്? 125 മില്യൺ മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, 125 മില്യൺ മില്ലിമീറ്റർ പെർ സെക്കൻഡ്. ഇനി ഗ്ലാസ്സിലൂടെ ആണെങ്കിൽ നോക്കുക ഇതിനേക്കാൾ കൂടുതലായിരിക്കും. ആൻഡ് അബൌട്ട് വാട്ടർ, വാട്ടർ കുറച്ചുകൂടെ കൂടുതലായിരിക്കും. ഏറ്റവും കൂടുതൽ എവിടെയായിരിക്കും? എയറിലായിരിക്കും. ദാറ്റ് ഈസ് 300 മില്യൺ മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അപ്പൊ ഈ പിക്ചേഴ്സ് ഒക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഡെൻസിറ്റി ഏറ്റവും കൂടുതൽ ഡയമണ്ടിനാണ്, അതിനേക്കാൾ കുറച്ച് കുറവുള്ളത് ഗ്ലാസിനാണ്, അതിനേക്കാൾ കുറവ് വാട്ടറിനാണ്, ഏറ്റവും കുറവ് എയർ മീഡിയം ഓർ വാക്വം. ഓക്കെ, ശൂന്യതയ്ക്കാണ് കട്ടി അഥവാ ഡെൻസിറ്റി കുറവ്. അപ്പൊ ഡെൻസിറ്റി കുറവായതുകൊണ്ട് വളരെ സ്മൂത്ത് ആയിട്ട് ലൈറ്റിന് ട്രാവൽ ചെയ്യാൻ സാധിക്കും. ഓക്കെ, സി, the speed of light differs in various medium due to the difference in optical density. ഞാൻ പറഞ്ഞു ഡെൻസിറ്റി അല്ലെ. അപ്പോ ഈ റേ ഓപ്റ്റിക്സ് നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഫിസിക്സിലെ ഒരു ബ്രാഞ്ച് ആണ് റേ ഓപ്റ്റിക്സ്. ഓപ്റ്റിക്സ് എന്ന് പറഞ്ഞ ബ്രാഞ്ചിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ ഈ ഡെൻസിറ്റി വെറും ഡെൻസിറ്റി എന്നല്ല ഇനി പറയാം, എന്താണ്? ഓപ്റ്റിക്കൽ ഡെൻസിറ്റി. അപ്പൊ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സ്പീഡ് മാറുന്നത്? എന്തുകൊണ്ടായിരിക്കും? നമുക്ക് അവിടെ ഉണ്ടാകുന്ന ഓപ്റ്റിക്കൽ ഡെൻസിറ്റി വ്യത്യാസമാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഓരോ മീഡിയത്തിലൂടെയും ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ സ്പീഡ് കമ്പാരിറ്റീവ്ലി കൂടിയും കുറഞ്ഞും ഇരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്, the ability of a medium to influence the speed of light through a medium is optical density. What is optical density എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ സാധിക്കണം എന്താണ്? The ability of a medium to influence, നമ്മുടെ സ്പീഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആ ഒരു എബിലിറ്റിക്ക് പറയുന്ന പേരാണ് എന്താ? ഓപ്റ്റിക്കൽ ഡെൻസിറ്റി. ആ ഒരു നമ്മളെ മീഡിയത്തിന്റെ ഡെൻസിറ്റിയാണ് നമ്മൾ ഓപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്നത്. The speed of light will be lower. Very important. The speed of light will be lower. എവിടെ? ഏത് മീഡിയത്തിനാണ്? In a medium of higher optical density. നോക്കുക, ഹയർ ഓപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ള മീഡിയത്തിനായിരിക്കും എന്ത് കൂടുതലായിരിക്കുക? സ്പീഡ് കുറവുണ്ടായിരിക്കുക. ഓക്കെ, ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം. ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയത്തിലൂടെ ലൈറ്റ് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ അവിടെ എന്തായിരിക്കും മക്കളെ? അവിടെ സ്പീഡ് കുറവായിരിക്കും.
ഓക്കെ, ഇനി അടുത്ത കേസ്, ദ സ്പീഡ് ഓഫ് ലൈറ്റ് വിൽ ബി ഹയർ. ലൈറ്റിന്റെ സ്പീഡ് കൂടുതൽ എവിടെയായിരിക്കും? ലോവർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ള മീഡിയത്തിലായിരിക്കും. ഇൻ എ മീഡിയം ഓഫ് ലോവർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവുള്ള, കട്ടി കുറവുള്ള, ഡെൻസിറ്റി കുറവുള്ള മീഡിയത്തിലായിരിക്കും നമ്മുടെ ലൈറ്റ് വളരെ ഫാസ്റ്റർ ആയിട്ട് ട്രാവൽ ചെയ്യുക. നോട്ട് ദാറ്റ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഹാസ് നോ റിലേഷൻ വിത്ത് മെറ്റീരിയൽ ഡെൻസിറ്റി. നമ്മുടെ മെറ്റീരിയൽ ഡെൻസിറ്റിയും ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയും വ്യത്യാസം, ഒരു റിലേഷനുമില്ല. പക്ഷെ നമ്മൾ ഈ കേസിൽ പറയുമ്പോൾ ഒരു സിമിലർ ആയിട്ട് തോന്നും. ഓക്കെ, അപ്പൊ നോക്കുക, ഡെൻസിറ്റി, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലുള്ള മീഡിയത്തിലൂടെ ലൈറ്റ് എങ്ങനെയാ ട്രാവൽ ചെയ്യുള്ളൂ? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലാണെങ്കിൽ എങ്ങനെയാണ് സ്പീഡ് എങ്ങനെയാണ്? സ്പീഡ് കുറവായിരിക്കും. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലുള്ള മീഡിയത്തിലൂടെ ട്രാവൽ ചെയ്യും, ലൈക്ക് ഡയമണ്ട്, ഗ്ലാസ്, ഇതിലൂടെയൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ സ്പീഡ് കുറവായിരിക്കും. ഇതിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവുള്ള മീഡിയം ഏതൊക്കെയാണ്? എയർ, വാട്ടർ, അതിലൂടെയൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ സ്പീഡ് ഓട്ടോമാറ്റിക്കലി കൂടും. ഈ കാര്യമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, ഇതൊക്കെ കോൺസെപ്റ്റുകളാണ്. ഒക്കെ ഒന്ന് നല്ല ഭംഗിയിൽ എഴുതി വെക്കുക, നോട്ടൊക്കെ വളരെ നീറ്റായിട്ട് എഴുതി വെക്കുക. ഓക്കെ, ഈ ക്ലാസ്സിന്റെ കൂടെ തന്നെ നോട്ട് എഴുതി വെക്കുക, അപ്പോൾ നിങ്ങൾ കൂടെ പഠിക്കും. ഓക്കെ, ഇതൊക്കെ കുറച്ച് ബോക്സിലാക്കി വെക്കുക. കളർ പെൻസിലൊക്കെ യൂസ് ചെയ്ത് നോട്ടൊക്കെ നീറ്റായിട്ട് എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങളുടെ നോട്ടാണ്, നിങ്ങൾ മാത്രം കാണുന്ന നോട്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതാം, പക്ഷെ കുറച്ച് കളർഫുൾ ആക്കി സ്കെച്ച് ഒക്കെ യൂസ് ചെയ്ത് ബോക്സ് ഒക്കെ വരച്ച് നീറ്റായിട്ട് എഴുതാം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം നമ്മുടെ ചാപ്റ്റർ തുടങ്ങുമ്പോൾ നമ്മൾ കണ്ട ഒരു പിക്ചറാണ് അല്ലെ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബെൻഡിങ് ഉണ്ടായിരിക്കുന്നത് അല്ലെ. നമ്മൾ ചാപ്റ്റർ തുടങ്ങുമ്പോൾ നമ്മൾ കണ്ടിരുന്ന ഒരു പിക്ചറാണ് അല്ലെ. സി, റിഫ്രാക്ഷൻ എന്താണെന്ന് ഇനി നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുമല്ലോ. നോക്കാം. സി, ആ സ്ട്രോ is kept obliquely, ഒരു സ്ട്രോ അല്ലെങ്കിൽ ഒരു പെൻസിൽ, എനിത്തിങ് is kept obliquely in a glass as shown in the figure. When the glass is filled with water, നമ്മൾ വെള്ളവുമായിട്ട് നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ ഇവിടെ സംഭവിക്കുന്നത്? ഇവിടെ എവിടെയാ റിഫ്രാക്ഷൻ നടക്കുന്നത്? അതൊന്ന് പറഞ്ഞു തന്നെ. ഇവിടെ ഏത് ഗ്ലാസ്സിലാണ് റിഫ്രാക്ഷൻ നടക്കുക? നമ്മൾ കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ ഗ്ലാസ്സിൽ നടക്കുക അല്ലെ. യെസ്, അപ്പൊ റിഫ്രാക്ഷൻ നടക്കുന്ന ഈ ഒരു ഗ്ലാസ്സിൽ എന്താ പ്രത്യേകത? നമുക്ക് ഇവിടെ ലൈറ്റ് ഒന്ന് ബെൻഡ് ചെയ്തു, നമ്മുടെ ഈ ഒരു പെൻസിൽ എന്ത് ചെയ്തു? ഒന്ന് ബെൻഡ് ചെയ്തതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെ, അല്ലെങ്കിൽ ഒന്ന് ബ്രോക്കൺ ആയിട്ട് ഫീൽ ചെയ്യുന്നു. എന്തുകൊണ്ടാ? നമ്മുടെ ലൈറ്റ് ഈ ഒരു മീഡിയത്തിൽ നിന്ന്, ഓക്കെ, ഈ ഒരു മീഡിയത്തിൽ നിന്ന് the second medium, the surface of ഈ ഒരു സെപ്പറേഷന്റെ ഇവിടെ നിന്ന് ലൈറ്റ് എന്ത് ചെയ്തു? ബെൻഡ് ചെയ്തു or deviate ചെയ്തു, because this is air medium and this is water medium. മീഡിയം മാറിയപ്പോൾ എനിക്ക് അവിടെ എൻ്റെ ലൈറ്റിന് എന്ത് സംഭവിച്ചു? ഒരു ബെൻഡിങ് സംഭവിച്ചു. ആൻഡ് ദിസ്, ഈ ഒരു കേസിൽ ഈ ഒരു സർഫസ് ഓഫ് സെപ്പറേഷന്റെ ഈ ഒരു ഭാഗത്ത് എനിക്ക് എന്ത് കാണാൻ സാധിച്ചു? റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. എന്താണ് റിഫ്രാക്ഷൻ? റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എവിടെ ടേക്ക് പ്ലേസ് ചെയ്തു മക്കളെ? അറ്റ് ദ സർഫസ് ഓഫ് സെപ്പറേഷൻ ഓഫ് ടു മീഡിയം. രണ്ട് മീഡിയത്തിന്റെ ആ ഒരു സെപ്പറേഷൻ, അവിടെ നമുക്ക് റിഫ്രാക്ഷൻ ഉണ്ടായിരിക്കുന്നു. ബിക്കോസ് രണ്ട് മീഡിയമാണ്, ഡിഫറെന്റ് മീഡിയമാണ്. ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ പാത്ത് ചേഞ്ച് ആയി. സോ അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കാണുവാൻ സാധിക്കുന്നത്. ആക്ച്വലി ഇങ്ങനെ നടക്കുന്നുണ്ടോ? ഇല്ല, നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യാണ് അല്ലെ. സോ ദിസ് ഇസ് നോൺ ആസ് റിഫ്രാക്ഷൻ. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? റിഫ്രാക്ഷൻ എന്നുള്ളത്. ഓക്കെ, ഇതാണ് എന്ത്? റിഫ്രാക്ഷൻ. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാൻ പിക്ചർ കാണാൻ സാധിക്കും. A straw is kept in a trough. Observe the path of a ray of light from straw falling on the ice before and after filling water. വെള്ളം ഫില്ല് ചെയ്യുന്നതിന് മുൻപും ശേഷവുമുള്ള കാര്യമാണ് നോക്കുന്നത്. ഇവിടെ വെള്ളമില്ല, എയർ മാത്രമാണ് ഇവിടെ ഉള്ളത്. അപ്പൊ നോക്കുക, ഇവിടെ സ്ട്രോ ഉണ്ട്. നമ്മൾ കണ്ണുകൊണ്ട് കാണുമ്പോൾ സ്ട്രോയ്ക്ക് ഒരു വ്യത്യാസവും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഓക്കെ, നമ്മൾ കണ്ടുകൊണ്ട് നമുക്ക് നോക്കുമ്പോൾ ഒരു വ്യത്യാസവും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. എന്നാൽ ഇവിടെ ഞാൻ വാട്ടർ ഫിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ വെള്ളമുണ്ട്, വെള്ളം ഫില്ല് ചെയ്ത് വെച്ചിരിക്കുകയാണ്.
ഈ ഫില്ല് ചെയ്തപ്പോ എനിക്ക് എന്ത് സംഭവിച്ചു? എന്റെ സ്ട്രോ ഇവിടെ നിന്ന് എന്ത് ചെയ്തു മക്കളെ? ഒന്ന് ബെൻഡ് ആയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എന്താണ്? എന്റെ സ്ട്രോ എന്ത് സംഭവിച്ചു? ഒന്ന് ബെൻഡ് ചെയ്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. സി, ഈ ഒരു രീതിയിൽ ഒരു ബെൻഡിങ്, ഈ ഒരു രീതിയിൽ എനിക്ക് എന്താണ്? ഒരു ബെൻഡിങ് ഫീൽ ചെയ്തു. പക്ഷെ എങ്ങനെയാണ് ബെൻഡിങ് ഉണ്ടോ? ഇല്ല. എന്റെ സ്ട്രോ ആക്ച്വലി എങ്ങനെയാണുള്ളത്? ഈ ഒരു രീതിയിൽ തന്നെ ബെൻഡിങ് ഇല്ലാതെ തന്നെയുണ്ട്. ബട്ട് നമുക്ക് എങ്ങനെയാ ഫീൽ ചെയ്യുന്നത്? ഈ ഒരു രീതിയിലാണ് നമുക്ക് ഫീൽ ചെയ്യുക. ഓക്കെ, അപ്പൊ വാട്ടർ ഉള്ളപ്പോ ഉള്ള ഒരു നമുക്ക് കാണുന്നതാണ്, നമ്മളിവിടെ ജസ്റ്റ് മെൻഷൻ ചെയ്തു എന്നേ ഉള്ളൂ. ഒന്ന് ശ്രദ്ധിക്കാം. ക്ലിയർ? കാണാൻ സാധിക്കുന്നുണ്ടല്ലോ, ഡിഫറൻസ് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ അല്ലെ? യെസ്. അപ്പൊ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്ത് നോക്കാം. നമുക്ക് സ്പൂൺ, സിൽവർ സ്പൂൺ അല്ലെങ്കിൽ നമ്മുടെ നോർമൽ സ്പൂൺ എടുക്കുക. സ്പൂൺ എടുത്താലും നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. സ്പൂൺ എനിത്തിങ്. ഓക്കെ, നമ്മുടെ ഒരു ഗ്ലാസ് വെസൽസിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ വീടുകളിൽ നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കുക. ഒരു 5 മിനിറ്റ്സിന്റെ കാര്യമേ ഉള്ളൂ. ബട്ട് ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് അല്ലേ? വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സോ അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. See, when a ray of light enters obliquely from one medium to another medium of a different optical density, രണ്ട് വ്യത്യസ്തമായ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ള രണ്ട് മീഡിയത്തിലൂടെ എന്റെ ലൈറ്റ് ട്രാവൽ ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? a deviation at a surface of, എവിടെയാണ്? അറ്റ് എ സർഫസ് ഓഫ് സെപ്പറേഷൻ ഓഫ് മീഡിയം. എന്താണ്? ഒരു ഡീവിയേഷൻ സംഭവിച്ചു. ദിസ് ഫിനോമിന is known as refraction of light, അഥവാ റിഫ്രാക്ഷൻ എന്ന് ആര് ചോദിച്ചാലും ഇങ്ങനെ വേണം എഴുതാൻ. ഓക്കെ, അപ്പൊ എന്താണ്? when a ray of light enters obliquely from, what is obliquely? എന്താ ഈ obliquely നമ്മൾ ഇങ്ങനെ എടുത്തെടുത്ത് പറയാനുള്ള കാരണം? ബിക്കോസ് obliquely എന്ന് പറയുന്നത് ഇങ്ങനെ ചരിഞ്ഞു വരിക. ഓക്കെ, ഇങ്ങനെ ചരിഞ്ഞു വരുന്നതിനാണ് നമ്മൾ ഒബ്ലീഗ് ആയിട്ട് വരിക എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നോർമൽ ആയിട്ട് വരികയാണെങ്കിൽ എന്താ സംഭവിക്കുക മക്കളെ? എന്താ സംഭവിക്കുക? നോർമൽ ആയിട്ട് വരികയാണെങ്കിൽ, നേരെ വരികയാണെങ്കിൽ റിഫ്രാക്ഷൻ നടക്കുവോ? ബെൻഡിങ് നടക്കുവോ? ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് ഒബ്ലീഗ്ലി എന്ന് സ്പെസിഫൈ ചെയ്ത് പറയാൻ കാരണം. ഓക്കെ, സ്പെസിഫൈ ചെയ്ത് പറയാൻ കാരണം എന്തുകൊണ്ടാണ്? ബിക്കോസ് ഒബ്ലീഗ് ആയിട്ട് വന്നാൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ? അത് നമ്മുടെ റിഫ്രാക്ഷൻ നടക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ obliquely from one medium to another of a different optical density, optical density വ്യത്യാസമുള്ള രണ്ട് മീഡിയത്തിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ what happen? It undergo a deviation. The light undergo a deviation at the surface of separation, at the surface of separation. This phenomena, ഈ ഫിനോമിനയ്ക്ക് പറയുന്ന പേരാണ്, ഈ phenomenon is known as refraction. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, വാട്ട് ഈസ് റിഫ്രാക്ഷൻ എന്ന് ചോദിച്ചാൽ ഇത് എഴുതുക. ഓക്കെ, ദിസ് ഇസ് നോൺ ആസ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒബ്ലീഗ്ലി ആൻഡ് ഡീവിയേഷൻ ഫ്രം എ സർഫസ് ഓഫ് സെപ്പറേഷൻ, ഇതൊക്കെ കൃത്യമായിട്ട് എഴുതി വെക്കുക. ആൻഡ് ഡിഫറെൻറ്റ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റീസ്, ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് ടെർമിനോളജീസ് ആണ്. ഇതൊക്കെ നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ സെക്ഷനിലുള്ളത്. സോ എന്താണ് റിഫ്രാക്ഷൻ, അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് എന്ന രീതിയിൽ നമ്മൾ ഡെയിലി കാണുന്ന നമ്മുടെ വെസൽ, സ്പൂണൊക്കെ നമ്മൾ ഉപയോഗിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. സോ ഇനി നിങ്ങൾ എന്താണ് റിഫ്രാക്ഷൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഐഡിയ ഉണ്ടല്ലോ അല്ലെ? എന്തുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് കണ്ട നമ്മുടെ പെൻസിൽ എന്തുകൊണ്ട് ബ്രേക്ക് ചെയ്തു എന്ന് നമുക്കുള്ള ക്വസ്റ്റ്യനുള്ള ഉത്തരം നമുക്ക് ഇന്നത്തെ നമ്മുടെ ഈ ഒരു പാട്ടിൽ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ വാട്ട് ഈസ് റിഫ്രാക്ഷൻ എന്നുള്ള കാര്യം കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആൻഡ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ അതിന് ഇൻ ഡീറ്റെയിൽ ആയിട്ട് കുറേ കാര്യങ്ങൾ പഠിക്കും. സോ സ്റ്റേ ട്യൂൺഡ്.